അലി ഇവരൊക്കെ ഈ വിഷയത്തിൽ സുന്നത്താണ് അല്ലെങ്കിൽ ആ പ്രബലമായി നോമ്പെടുക്കണം എന്ന് പറഞ്ഞ ഇമാമിയങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ ഒരു തെളിവും പണ്ഡിതന്മാരുടെ അഭിപ്രായം തന്നെ ധാരാളമാണ്. അല്ലാഹു തആല നമുക്ക് നാളെ നോമ്പനുഷ്ഠിക്കണം, ഒരുപാട് ഇബാദത്ത് ചെയ്യണം. ഈ രാവ് ശ്രേഷ്ഠമായ രാവാണ്. ഈ രാവിൻ്റെ മഹത്വവും ആശയവും ഒക്കെ ഉൾക്കൊണ്ട് അള്ളാഹുലേക്ക് കൂടുതൽ നമുക്ക് അടുക്കണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. നമ്മൾ ഇസ്രാഇന്റെ ആരംഭത്തിലാണ് നിൽക്കുന്നത്, ആരംഭത്തിലാണ്. ഇനി ഒരുപാട് വിഷയങ്ങൾ മുന്നോട്ട് പഠിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹു അനുഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഏതായിരുന്നാലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു കൊണ്ടുപോവുകയാണ്. അസ്റാബി അബ്ദിഹി ലൈല, അള്ളാഹുവിൻ്റെ റസൂലിനെ അബ്ദ് എന്നാണ് അള്ളാഹു തആല വിളിക്കുന്നത്. അവിടെ എൻ്റെ അബ്ദ്, എൻ്റെ അടിമയായ നബി തങ്ങളെ. എന്തിനാണെന്നറിയോ? ഇത്ര വലിയ ഉന്നതമായ സ്ഥാനത്തേക്ക് മഖാമിലേക്ക് നബി ഉയർത്താൻ കൊണ്ടുപോവുകയാണ് അള്ളാഹു തആല. അള്ളാഹുവിനെ തന്നെ കാണിച്ചു കൊടുക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ സിദ്റത്തുൽ മുൻതഹ എന്ന ഈ ലോകത്തിന്റെ അവസാനത്തെ ഒരു ലാസ്റ്റ് പോയിന്റ് ആണ് സിദ്റത്തുൽ മുൻതഹ എന്ന് പറഞ്ഞാൽ ഈ ദൃശ്യപ്രപഞ്ചം അവിടെ അവസാനിക്കുകയാണ്. ആ ഒരു മുൻതഹയുടെ അപ്പുറത്തുള്ള ഒരു ലോകത്തേക്ക് നബി തങ്ങൾ അള്ളാഹു കൊണ്ടുപോവുക. അങ്ങനെയൊക്കെ പോകുമ്പോ ഹബീബായ നബിയെ അങ്ങ് അള്ളാഹുവിന്റെ മുമ്പിൽ താഴ്മ കാണിക്കണം. അതിനാണ് നബി തങ്ങൾ അബ്ദ്, അള്ളാഹുവിന്റെ അടിമയാണ് എന്ന് അള്ളാഹു പറയാൻ കാരണം എന്നാ. നമ്മൾ പ്രസിഡന്റും സെക്രട്ടറിയും ഖജാൻജി മെമ്പറൊക്കെ ആവും, പക്ഷെ എന്ത് ചെയ്യരുത്? പൊങ്ങരുത്. നമുക്ക് ഇപ്പോൾ ഒരുപാട് ആൾക്കാരിപ്പം നമ്മളെ കേൾക്കാൻ വരികയോ നമ്മുടെ കൂടെ ഇരിക്കുകയെ നമ്മളെ സ്നേഹിക്കുകയെ നമ്മുടെ ചങ്ങാതിമാരായിട്ട് കുറേ കൂടുതൽ ആൾക്കാരുണ്ടാവേ, നമ്മുടെ ഫോളോവേഴ്സ് ഉണ്ടാവേ, കുറേ ലൈക്കും ഷെയറും ചെയ്യേ, ഇതിലൊന്നും പൊങ്ങാൻ നിൽക്കരുത്. നമുക്കൊരു വില ടച്ചാൽ മതി, ആ വിലയുടെ അപ്പുറത്തേക്ക് പോകരുത്. അള്ളാഹുവിൻ്റെ അടുത്ത് നമ്മൾ ആരാണ്? നമ്മൾ അബ്ദാണ്. മനുഷ്യന്മാർ എല്ലാവരും കൂടി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞായിക്കോട്ടെ, നമ്മൾ പൊങ്ങരുത്. നമ്മൾ നമ്മളായിട്ട് നിൽക്കണം. നമ്മൾ അബ്ദാണ്, അള്ളാഹിൻ്റെ അബ്ദാണ്. ഞാൻ വലിയ ആളാണ്, കഴിഞ്ഞു. അത് പറഞ്ഞ ആളാണ് ഖാറൂൻ. ഇതൊക്കെ എൻ്റെ കഴിവല്ലേ, ഞാനല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയത്. പിടിച്ചെടുത്താഴ്ത്തി അല്ലാഹു തആല. ഫിറഔൻ പറഞ്ഞു ഞാൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു അസുഖം ഉണ്ടെന്നാ. ഒരു മിനിറ്റിനുള്ളിൽ ഒരു മനുഷ്യൻ 5 തവണ ഞാൻ എന്ന് പറഞ്ഞാൽ, ഒരു മിനിറ്റ് സംസാരിക്കുമ്പോഴേ, ഒരു മിനിറ്റ് സംസാരത്തിനിടയിൽ ഞാൻ അവിടെ പോയി, ഞാൻ ഇത് ചെയ്തു, ഞാൻ 5 പ്രാവശ്യം പറഞ്ഞാൽ തന്നെ ആൾക്ക് മനസ്സിന് ഒരു കുഴപ്പമുണ്ടെന്നാ. എന്ന് പറഞ്ഞാൽ മിനിമം താൻ പൊക്കണ ഒരു സ്വയം പൊക്കി എന്നൊക്കെ പറയില്ലേ, SP എന്ന് പറയില്ലേ, ആ അസുഖമെങ്കിലും ആ മനുഷ്യനുണ്ടാവുന്ന. ഇതൊന്നും വേണ്ട. അബ്ദാണ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ പച്ചയായ അടിമയാണ്, ഏത് സ്ഥാനത്തെത്തിയാലും. അതുകൊണ്ട് പറയാണ്, നമ്മുടെ പള്ളി കമ്മിറ്റിയും ഇവിടുത്തെ സംഘടനകളുടെ നേതാക്കന്മാരും പ്രവർത്തകന്മാരും ഒക്കെ ഉണ്ടാവും. പല സംഘടന ഉണ്ടാവും. അതിൻ്റെയൊക്കെ നേതൃത്വത്തിൽ വരെ ഞാൻ ഇപ്പം ആരാന്ന് ആൾക്കാരെ തോന്നുന്ന അവസ്ഥ ഒക്കെ ഉണ്ടാവും ചില ആൾക്കാർക്ക്. എന്ത് ചെയ്യാ? നമ്മൾ അള്ളാഹിന്റെ അടിമയാണ്. എന്താ അടിമ എന്ന് പറഞ്ഞാൽ? ഉടമസ്ഥൻ എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും ഉടമസ്ഥന്റെ കീഴിലാണ് നിൽക്കുന്നത്. അള്ളാഹു ഉടമസ്ഥനാണ്, നമ്മൾ അടിമയാണ്. അതുകൊണ്ട് നബിയെ അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചതാണ്. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് റബ്ബ് തആലയുടെ ഒരു ഓഫർ, നബിയേ അങ്ങയെ നാം ഒരു നബിയുൻ മുർസലായി, ഒരു മിസ്കീനായി നബിയായി ജീവിപ്പിക്കണമോ? അതല്ല നബിയെ, അങ്ങേക്ക് മരണമില്ലാത്ത ജീവിതം, ലോകാവസാനം വരെ അധികാരവും സമ്പത്തും ആയുസ്സും തരാം, നബിയെ നിങ്ങൾക്ക് വേണോ എന്ന് 2 ഓഫർ നബിന്റെ മുമ്പിൽ വരുമ്പോഴേ ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളോട് പറഞ്ഞതാണ്, നബിയേ ആ വിനയവും താഴ്മയും തന്നെ നിൽക്കി നബിയെ. ഇപ്പൊ പറഞ്ഞതാണ് നബിയൻ വ റസൂല, എനിക്ക് റസൂലായി ഒരു പാവമായ അബ്ദായി ജീവിച്ചാൽ മതി, രാജാധികാരവും പൈസ ഒന്നും വേണ്ട. അസ്റാബി അബ്ദി, ഇത്ര വലിയ യാത്ര പോകുമ്പോ അബ്ദാൻ, 4 കാശ് കയ്യിൽ കിട്ടുമെന്ന് സ്വഭാവം മാറുന്ന ആൾക്കാരില്ലേ. പിന്നെ പഴയ ചങ്ങാതിമാരെ കാണാൻ പേർക്ക് പറ്റില്ല, കാരണം സ്റ്റാൻഡേർഡിന് ഒക്കണില്ല. പിന്നെ ഇവിടെ ഒന്നും ഇച്ചിലും കൂടെ അവർക്ക് ചായ കുടിക്കാൻ പറ്റിയ സ്ഥലങ്ങളില്ല. പിന്നെ ചായ കുടിക്കണമെങ്കിൽ എറണാകുളത്ത് പോകണം, അല്ലെങ്കിൽ ബാംഗ്ലൂർ പോകണം, അവിടെ പറ്റിയ കമ്പനിയുള്ളൂ. എന്താ ചെയ്യുക? ലെവല് മാറിയതൊക്കെ പറയില്ലേ, അങ്ങനെ ഒരിക്കലും മാറരുത്. അബ്ദാൻ, നമ്മൾ അല്ലാഹുവിൻ്റെ അബ്ദാൻ. അതുകൊണ്ടാണ് അല്ലാഹു തആല അവിടെ വേണമെങ്കിൽ സുബ്ഹാനല്ലദി അസ്റാ ബി മുഹമ്മദിൻ അങ്ങനെ പറയാമായിരുന്നു, അസ്റാ ബി റസൂലിഹി എന്ന് പറയാം. അതൊന്നും പറയാതെ അസ്റാ ബി അബ്ദിഹി. അതിന് തൊട്ട് മുമ്പുള്ള സൂറത്ത് ഏതാ? സൂറത്തുൻ നഹ്ലാണ്. ആ സൂറയുടെ അവസാനത്തെ ആയത്തും ഈ സൂറത്തുൽ ഇസ്രാഇന്റെ ആയത്തും തമ്മിലൊരു ബന്ധമുണ്ട്. സൂറത്തുൻ നഹ്ല് മുസാഫിന്റെ എടുത്ത് നോക്കി, അവസാനത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നല്ലാഹ മഅല്ലദീന തഖവ വല്ലദീന ഹും മുഹ്സിനൂൻ.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി. അങ്ങനെ തൊട്ടുമുമ്പുള്ള ആയത്തും ഒരു സൂറത്തിന്റെ അവസാനവും അടുത്ത സൂറത്തിന്റെ ആദ്യവും തമ്മിൽ ബന്ധം. ഇന്നല്ലാഹ മഅല്ലദീന തഖവ വല്ലദീന ഹും മുഹ്സിനൂൻ. ആരൊക്കെയാണോ അല്ലാഹുവിനെ ഭയപ്പെടുന്നത്, ആരൊക്കെയാണോ നന്മ ചെയ്ത് ജീവിക്കുന്നത്, ഹൃദയത്തിൽ ആർക്കാണോ നന്മയുള്ളത് അവരുടെ കൂടെയാണ് അല്ലാഹു. ഹൃദയത്തിൽ ദേഷ്യാണ്, വൈരാഗ്യാണ്, ഭയങ്കര വിഷയമാണ്. അല്ലാഹു കൂടെ ഉണ്ടാവില്ല. അല്ലാഹു കൂടെ ഉണ്ടാവില്ല. കുറച്ച് ആൾക്കാരും ചിന്താബാദിനേക്കാൾ ഉണ്ടാവും, അല്ലാഹു ഉണ്ടാവില്ല. അള്ളാനെ കിട്ടാനാ പിന്നെ എന്ത് കിട്ടാനാ? അള്ളാനെ കിട്ടിയാൽ മാതാ ഫഖദ്, എന്ത് നഷ്ടപ്പെടാനാണ്? അള്ളാനല്ലേ കിട്ടേണ്ടത്. അതുകൊണ്ട് പുണ്യ നബി തങ്ങളുടെ യാത്രയിൽ ഈ ഹൃദയം കഴുകി എന്ന് പറഞ്ഞില്ലേ, ഇത് നിസ്കാരം പഠിപ്പിക്കാൻ കൊണ്ടുപോയ യാത്രയാണ്, അള്ളാഹുവിന്റെ ജലാലിയത്ത് കാണാനുള്ള യാത്രയാണ്. അള്ളാഹിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് വേണ്ടത് വസ്ത്രം, ശരീരവും സ്ഥാനവും ഒക്കെ വൃത്തിയാവണം, ഖിബലയിലേക്ക് തിരിയണം, ഇതൊക്കെ വേണം. പിന്നെന്ത് വേണമെന്നറിയോ? ഖൽബ് ഹൃദയം നന്നാവണം. വൈരാഗ്യം, ദേഷ്യം, പക, ഇപ്പൊ അതൊക്കെ കുറെ കുറഞ്ഞിട്ടുണ്ട് അൽഹംദുലില്ലാ. അള്ളാഹ് അങ്ങനെ തന്നെ ആക്കട്ടെ, കുറഞ്ഞ് ഇല്ലാതായി പോട്ടെ. ഞാൻ 2016 ഇവിടെ വന്നിട്ടുണ്ട്, എനിക്ക് ഓർമ്മയുണ്ടത്. ഒരു വെള്ളിയാഴ്ച ദിവസം, അന്ന് ഇവിടെ ചെറിയ കുഴപ്പം നടക്കുന്ന സമയമാണ്. അന്ന് കാര്യങ്ങളൊക്കെ റാഹത്തായി എന്ന് എനിക്ക് കേൾക്കണം. അന്ന് കുറച്ച് ചിരി കൊമ്പ് കോർക്കാനൊക്കെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു എന്നാ. ഒന്നുകിലും മരിച്ചു പോയിട്ടുണ്ടാവില്ല, നന്നായിട്ടുണ്ടാവും. മരിച്ചു വെക്കണേ അള്ളാഹ് പുറത്തു കൊടുക്കട്ടെ, ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അന്നിപ്പോൾ ഞാൻ വന്ന് ഖുത്ബ ഓതാൻ വിടൂല, മുമ്പർ മറിച്ചിടുന്നോ അങ്ങനെ ആരും പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷേ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവും എന്ന് കണ്ടപ്പോൾ ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ ഒന്ന് ജുമാക്കേഷൻ പ്രസംഗിച്ചു പോയി. പക്ഷെ എനിക്കറിയായിരുന്നു ഇവിടെ കാര്യമായൊരു പ്രശ്നം, രണ്ട് സംഘടന തമ്മിൽ നടക്കുന്നുണ്ട് എന്ന് എനിക്കെന്നറിയാം. 2016 കഥയാണ്. ഇപ്പോൾ കൊല്ലത്രയായി, 7 കൊല്ലമായി. ഒരു കാര്യമില്ല, നിങ്ങൾ അള്ളാന്റെ പള്ളിക്ക് വേണ്ടിയോ ഒരു പണിയെടുത്തിട്ടും കാര്യമില്ല. ഖൽബിൽ ഈ പകയും ദേഷ്യവും ഉണ്ടോ, ഒന്നും അള്ളാഹ് സ്വീകരിക്കൂല. പിന്നെ ആർക്കാ പിന്നെ ഈ കാട്ടിക്കൂട്ടണത്? ഒരു മുഅ്മിനായ മനുഷ്യനോടൊരു വെറുപ്പ് വെക്കാൻ പാടില്ല. നിങ്ങൾക്ക് എന്നോട് ദേഷ്യം ഉണ്ടായി എന്നല്ല ഞാൻ പറഞ്ഞത്. അന്ന് നാട്ടിൽ ഇവിടെ ഒരു പ്രശ്നം എന്നുള്ളൊരു സമയമാണ്. അതൊരിക്കലും ഒരിടത്തുണ്ടാവരുത്. നമ്മൾ അള്ളാഹിന്റെ ദീനിന്റെ ആൾക്കാരല്ലേ, ഇവിടെ ദീനല്ലേ പറയാം, ആലിമ്യങ്ങളും ഉസ്താദുമാരും അല്ലേ. പിന്നെ എന്തിനു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടി? എന്തിനത്? ഒരിക്കലും ചെയ്ത് നമ്മൾ ഒന്നാണ്, നമ്മൾ ഒരു മനസ്സാണ്. ആ ഒരു ഹൃദയം ശുദ്ധി നമ്മുടെ ഖൽബിനില്ലെങ്കിൽ എന്തിന് ഇസ്രാ മിഅ്റാജിന്റെ കഥ കേൾക്കാൻ നിൽക്കണം? അള്ളാഹിന്റെ റസൂലിനെ കൊണ്ടുപോകുന്നത് ഖൽബ് കഴുകിയിട്ടാണ്. നമ്മളിങ്ങനെ ഇരിക്കുക, ഞാൻ കാണിച്ചു കൊടുക്കുക, അടുത്ത വരട്ടെ. ഹജ്ജിനും ഉംറക്കും പോകുമ്പോൾ ഒരു പൊരുത്തപ്പെടിക്കല്, വല്ലാത്ത രസമല്ല പൊരുത്തപ്പെടിക്കല്. ഞാൻ പോയി വരുന്ന വരെ ഒന്നും ചെയ്യൂല കേട്ടോ എന്നതിനർത്ഥം. പോയി വന്നാൽ ഞാൻ പഴയ പോലെ തന്നെ ആയിരിക്കുന്നു. ഒരു കാര്യമില്ല. ആ ഹജ്ജും സ്വീകരിക്കൂല, ഉംറയും സ്വീകരിക്കൂല. നിങ്ങൾക്ക് മാറ്റം വന്നില്ലല്ലോ. ഖൽബ് ശുദ്ധി, അള്ളാഹുവിന്റെ അടുത്ത് ചില ഖൽബ് ശുദ്ധിയാവാതെ നിസ്കരിച്ചിട്ട് എന്താ കാര്യം? നിസ്കാരം അള്ളാഹ് സ്വീകരിക്കോ? ഖൽബിന്റെ ഉള്ളിൽ മുഴുവൻ ദേഷ്യ, മുപ്പര കണ്ടൂടാ, എനിക്ക് മുപ്പരോട് ദേഷ്യാണ്. ഒരു മുഅ്മിനായ മനുഷ്യനോട് ഇങ്ങനെ തോന്നിയാൽ തന്നെ അള്ളാഹ്ക്ക് നിങ്ങളെ ഇഷ്ടമല്ല. അത് പിന്നെ ഒരു കൂട്ടം ആളുകളോടാണെങ്കിലോ സുബ്ഹാനല്ലാഹ്. അപ്പൊ മുഅ്മിനെ, ഇസ്രാ മിഅ്റാജ് കഥ കേട്ടു പോകാനുള്ള ചരിത്രമല്ല. ഖൽബ് ഇന്നൊക്കെ രാത്രിക്ക് ഈ സെക്കൻഡിൽ നിങ്ങളെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് അള്ളാഹുവിനോടൊരു പ്രതിജ്ഞ ചെയ്യും. ഒരു മുഅ്മിനായ മനുഷ്യൻ കലിമ ചൊല്ലിയ ഖിബലയിലേക്ക് നിസ്കരിക്കുന്ന ഒരു മനുഷ്യനോടും എൻ്റെ മനസ്സിൽ വെറുപ്പില്ല റബ്ബേ. അത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അത് ചെയ്താൽ നിങ്ങൾ ഇനി എന്ത് കുരുത്തക്കേടുണ്ടെങ്കിലും അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തും. ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. ആരോടും വെറുപ്പില്ലാത്തൊരു ഹൃദയവുമായിട്ടാണ് വന്നതെങ്കിൽ, ശുദ്ധമായ ഖൽബാണെങ്കിൽ അള്ളാഹു നിങ്ങളെ സ്വീകരിക്കുന്നതാണ്. അല്ലേ നിസ്കാരത്താഴ്ചയൊക്കെ എമ്പാടുണ്ട്. പക്ഷേ അങ്ങോട്ട് ഫിത്തന കാട്ടലും, അങ്ങോട്ട് മൂപ്പിക്കലും, ഇവിടുന്ന് പാരവെക്കലും, കാലുവലിക്കലും. ഇതിൻ്റെ ഉസ്താദായിരുന്നു. എന്താ കാര്യം? ഒരു കാര്യമല്ല. അതുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെടണേ. ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതി. മിമ്പറിൽ ഇങ്ങനെ കേൾക്കുകയാണ് എല്ലാ വെള്ളിയാഴ്ചയും, അള്ളാഹുവിനെ വേണ്ട വിധത്തിൽ നിങ്ങൾ തഖ്വ ചെയ്യണമേ. നമ്മളെന്താ കാണിക്കണത്? തഖ്വയാണോ? അള്ളാഹുവിനെ ഭയപ്പെടാന്ന് പറഞ്ഞാൽ നമ്മൾ പച്ച പാവ മുഅ്മിനീങ്ങളായിട്ട് മാറും. അതാണ് നമ്മൾ വേണ്ടത്. നമ്മൾ സജ്ജനങ്ങളാണ്, നല്ല മനുഷ്യരാണ്. ഖൽബ് അലാ വഹിയൽ ഖൽബ്. ഇത് ശുദ്ധമല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം മോശമാണ്. അത് ശുദ്ധമാണെങ്കിൽ നിങ്ങളുടെ ശരീരം മുഴുവൻ ശുദ്ധമാണ്. അലാ വഹിയൽ ഖൽബ്, അറിയണേ അത് ഹൃദയമാണ്. ആ ഖൽബാണ് ഹബീബിൻ്റെത്. സംസം കൊണ്ട് കഴുകുകയും ഈമാനും ഹിക്മത്തും കൊണ്ട് നിറച്ചു കൊടുക്കുകയും ചെയ്തു. എന്നിട്ടാണ് ആ യാത്ര കൊണ്ടുപോയത്. അപ്പൊ നിസ്കരിക്കാൻ നിൽക്കുമ്പോഴേ ഒതുടുക്കണ കൂടെ എന്ത് ചെയ്യണം? ഖൽബും കൂടെ ഒന്ന് കഴുകണം. ഓരോ ദിവസവും ഓരോ നേരവും നമ്മുടെ ജീവിതത്തിൽ ഓരോ അനുഭവങ്ങൾ വരും. പല ആളുകളോടും വെറുപ്പ് തോന്നാം. അതൊക്കെ ഇബ്ലീസാണ്. ഇബ്ലീസിന് അതാ വേണ്ടത്. മൂപ്പർക്ക് വെറുപ്പിക്കല പരിപാടി. നന്നാക്കൽ മുഅ്മിനീങ്ങളും സ്വാലിഹീങ്ങളും അത് ചെയ്യുള്ളൂ.
നന്നാവണമെന്ന് പറയൽ സ്വാലിഹീങ്ങളുടെ ജോലിയാണ്, മലക്കുകളാൽ ഉത്ബുദ്ധരാകുന്ന ആളുകളുടെ ജോലിയാണ്. അല്ലാത്തത് പിശാചുക്കളുടെ ജോലിയാണ്. നമ്മൾ ആരുടെ കൂടെ നിൽക്കണം? മലക്കിന്റെ കൂടെ നിൽക്കണം. ആരുടെ കൂടെ നിൽക്കരുത്? പിശാചിന്റെ കൂടെ നിൽക്കരുത്. ആ പിശാചിന്റെ കൂടെ നിൽക്കുമ്പോഴാണ് കച്ചറയും പ്രശ്നങ്ങളും ഉന്തിയിടലും വലിച്ചിടലും മിമ്പർ വന്ന് താഴ്ത്തടിക്കലും. എന്താ റബ്ബേ, അങ്ങനെയൊന്നും ഉണ്ടാവരുത് ഒരിക്കലും, ഒരിടത്തും ഇല്ലാതിരിക്കുക. ഇപ്പൊക്കെ തീർന്നിട്ടുണ്ട് അൽഹംദുലില്ലാ. അപ്പം അങ്ങനെയൊന്നുമില്ല. പണ്ടൊക്കെ അൽഹംദുലില്ലാ റബ്ബേ, അള്ളാഹ്ക്ക് ഒരുപാട് സ്തുതി, അള്ളാഹ്ക്ക് ഒരുപാട് സ്തുതി. ഒരുപാട് മാറ്റായിട്ടുണ്ട്. ഇനി നിശേഷം എല്ലാ വെറുപ്പും കൊണ്ട് എടുത്തു മാറ്റി നമ്മൾ ഒന്നായിട്ട് നിൽക്കും. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മെ ഖൈറിലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله. അല്ലാഹു ഏതൊരു മസ്ജിദിന്റെ ചുറ്റുമാണോ ബറക്കത്ത് ചെയ്തിരിക്കുന്നത് ആ മസ്ജിദിലേക്ക് സ്വന്തം ഹബീബിനെ അല്ലാഹു യാത്രയാക്കിയ പടച്ചതമ്പുരാൻ ഏറ്റവും മഹോന്നതനാണ്. അല്ലാഹു മഹോന്നതനാണ്. ഏതാണ് മസ്ജിദുൽ അഖ്സ എന്നറിയുമോ? എവിടെ നിന്നാണ് ഈ യാത്ര? മക്കയിൽ നിന്ന്. മക്കയിലെ കഅബയും മസ്ജിദുൽ ഹറാം കണ്ടോലൊക്കെ ഒന്ന് കൈപൊക്കിയാട്ടെ. മക്കത്ത് പോയവര് എല്ലാവരും കൈപൊക്കി, പോയവര് കൈപൊക്കിയാൽ മതി. അൽഹംദുലില്ലാ. പോകാത്തവർക്കും ഇനി പോയവർക്കും ഒരുപാട് തവണ എത്താൻ അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. ദുനിയാവിൽ പൈസ ഉണ്ടെങ്കിൽ യാത്ര ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത്ര നല്ല ഖൈറായ ഒരു സ്ഥലം വേറെ ഏതാ ഉള്ളത്? മക്കയും മദീനയും. മൂന്നാമത്തേത് അൽ മസ്ജിദുൽ അഖ്സ. രണ്ട് നബിമാർ, സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം, അവരുടെ മകൻ ഇസ്മാഈൽ അലൈഹിസ്സലാം, ഈ രണ്ട് നബിമാർ പടുത്തുയർത്തിയതാണ് കഅബാലയം. പോണ സ്ഥലോ അത് രണ്ട് നബിമാരുണ്ടാക്കിയതാ. ആരാണത്? മസ്ജിദുൽ അഖ്സ. അതിന്റെ അടിത്തറ പാകിയത് ഇബ്രാഹിം നബിയാണ്. കഅബന്റെ അടിത്തറ പാകിയത് ആരാ? ആദം നബി. പുനരുദ്ധാരണം ചെയ്ത് ഇബ്രാഹിം നബി ഇസ്മാഈൽ നബിയും. മസ്ജിദുൽ അഖ്സ കഅബാലയത്തിന്റെ പണി കഴിഞ്ഞ് 40 കൊല്ലം കഴിഞ്ഞ് ഇബ്രാഹിം അലൈഹിസ്സലാം എടുത്ത പള്ളിയാണത്. ഇബ്രാഹിം നബി വഫാത്താകുന്നത് 200-ാമത്തെ വയസ്സിലാണെന്നാണ്. 200 കൊല്ലം ജീവിച്ച നബിയാണ് നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അവരുടെ മഖാമുള്ളത് ഫലസ്തീനിലാണ്. ഫലസ്തീനിൽ ചെന്നാൽ അവിടെ സിയാറത്ത് ചെയ്യാൻ പറ്റും ഇബ്രാഹിം നബിയെ. ഇസ്ഹാഖ് നബിന്റെ അവിടെ ഇസ്ഹാഖ് നബിന്റെ ഭാര്യ റിഫ്ഖ ബീവി ഉണ്ട്, സാറാ ബീവി ഉണ്ട്. ഇബ്രാഹിം നബിന്റെ ഭാര്യ ഇസ്ഹാഖ് നബിന്റെ ഉമ്മ സാറാ ബീവി ഉണ്ട്. അവിടെ യാക്കൂബ് നബി ഉണ്ട്. പള്ളി കയറി ചെല്ലിനോട് തന്നെ വലതു ഭാഗത്ത് യൂസുഫ് നബി ഉണ്ട്. എന്താ ആരൊക്കെ എത്ര നബിമാര്! അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് ബാറക്നാ ഹൗലഹു. ഏതൊരു മസ്ജിദിന്റെ ചുറ്റുമാണോ നമ്മൾ ബറക്കത്ത് ചെയ്തിരിക്കുന്നത് ആ പള്ളി. അപ്പൊ ചുറ്റും ഇത്ര ബർക്കത്തുണ്ടെങ്കിൽ ആ പള്ളിന്റെ ബർക്കത്ത് എത്രയായിരിക്കും? ചുറ്റും ഇങ്ങനെയാണ്. ഏതുപോലെ സുബ്ഹി നിസ്കാരത്തിന്റെ സുന്നത്ത് റക്അത്താൽ ഫജ്രി ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ. ഈ ലോകത്തെ ഏറ്റവും വലിയ പൈസക്കാരന്റെ കയ്യിലുള്ള കാശിനേക്കാളും വലിയ പൈസക്കാരൻ, ബിൽ ഗേറ്റ്സോ എലോൺ മസ്കോ ആരോ ആവട്ടെ, ഒന്നുമല്ല. ഫജ്റിന്റെ സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത്. ദുനിയാവിലെ സർവമാന ബാങ്കിലുള്ള കാശും നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ എന്താണ് അവസ്ഥ? അതിനേക്കാളും ഖൈറാണ് ഈ 2 റക്അത്ത് സുന്നത്ത്. അത് സുന്നത്തിന് ഇത്ര കൂലി ഉണ്ടെങ്കിൽ സുബ്ഹി എന്ന ഫർളിന്റെ കൂലി എത്രയായിരിക്കും? അതിനാണ് പറഞ്ഞിരുന്നത്. സുന്നത്തിന് ഇത്ര കൂലിയുണ്ട്. ഒരു ഗേറ്റ് ഇങ്ങനെയാ, പിന്നെ പോരെ എന്തായിരിക്കും അവസ്ഥ? സുന്നത്ത് ഇങ്ങനെയാണ്, ഫർൾ എന്തായിരിക്കും? ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റും ബറക്കത്താ. അപ്പൊ ബൈത്തുൽ മുഖദ്ദസിന്റെ ബറക്കത്ത് എത്രയാ? അതിന്റെ ചുറ്റുമാണ് മഹാന്മാരായ അമ്പിയാക്കന്മാർ കിടക്കുന്നത്. യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ മഖാമുണ്ട് അവിടെ. ദരീഹും ഖബറും അവിടെ തന്നെയാണോ? അല്ല, അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ഒന്ന് ചിലപ്പോൾ പറയും യാഫയിലാണ്, അല്ലെങ്കിൽ നമ്മുടെ ഹിബ്രോൺ കയറി വരുമ്പോൾ അവിടെ സ്ഥലമുണ്ട്, അവിടെയാണ് യൂനുസ് നബിന്റെ മഖാമുണ്ട്. അവിടെ മഖാമും ഖബറും രണ്ടായിട്ട് മനസ്സിലാക്കപ്പെടുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ. അപ്പോൾ ചിലപ്പോൾ മഖാമുകൾ അവർ ഇബാദത്ത് ചെയ്ത സ്ഥലമായിരിക്കും. അവിടെ ഖബർ പോലെ ഉണ്ടാവും, പക്ഷെ അവർ ഇബാദത്ത് ചെയ്ത സ്ഥലമായിരിക്കും. അവിടെ ദരീഹ് എന്ന് പറയുന്നിടത്ത് അവരുടെ ബോഡി ശരീരം മറവ് ചെയ്തിട്ടുണ്ടാവുള്ളൂ എന്നാ. അങ്ങനെയുണ്ട്, മഖാമും ദരീഹും ഉണ്ടാവും. നമുക്കിന്ന് സാധാരണ മക്കാം എന്ന് പറയുമ്പം മറവ് ചെയ്യപ്പെട്ട സ്ഥലങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ മക്കാം എന്ന് പറയാം. പക്ഷേ അറബ് നാടുകളിലൊക്കെ മഖാമുകളുണ്ട്. ഒരു നബിക്ക് തന്നെ ഒരുപാട് മഖാമുകളുണ്ട്. അയ്യൂബ് നബിക്ക് ഒരുപാട് മഖാമുകളുണ്ട്. യൂനുസ് നബിക്ക് ഒന്നിലേറെ മഖാമുകളുണ്ട്. മറവ് ചെയ്യപ്പെട്ട സ്ഥലം ഒന്നായിരിക്കും, മറ്റേതൊക്കെ അവർ ഇബാദത്തിനിരുന്ന സ്ഥലങ്ങളാണ്. അങ്ങനത്തെ അവിടെയൊക്കെ സിയാറത്തിന് വേണ്ടി അവിടെ മഖാമുകളെ പോലെ ഉണ്ടാക്കാറുണ്ട്. അത് ഇപ്പോഴും ഉണ്ട്, ഒരുപാടുണ്ട്. ഏതായിരുന്നാലും യൂനുസ് നബി, തൊട്ട് താഴെ മൂസാ നബി അലൈഹിസ്സലാം, കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം. റസൂലുള്ളാഹി തങ്ങൾ ഇസ്രാ കഴിഞ്ഞ് വരുമ്പോഴേ സീനാ മല കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ബത്ലഹേമിലൂടെയാണ് നബി തങ്ങൾ വരുന്നത്. അത് ആരുടെ നാടാണ്? ബത്ലഹേം, ബൈത്തുലഹം. ബൈത്തുലഹം അറബിൽ അങ്ങനെ പറയാം, ഇറച്ചിക്കട എന്ന വാക്കിനർത്ഥം ബൈത്തുലഹം. അതാണ് ബത്ലഹേം എന്നായി മാറിയത്. ബത്ലഹേം അത് ബൈത്തുലഹമാണ്. അത് ആരുടെ സ്ഥലമാണ്? നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം, ഈസാ നബിന്റെ സ്ഥലമാണത്. അവിടെ കണ്ടിട്ടുണ്ട്.
റഅയ്തു മൂസാ യുസല്ലി ഫീ ഖബ്രിഹി, മൂസാ നബി അലൈഹിസ്സലാം ഖബറിൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂസാ നബിയെ കണ്ടു, മെലിഞ്ഞിട്ടാണ്, നീളമുണ്ട്, മെലിഞ്ഞിട്ടാണ് മൂസാ നബി അലൈഹിസ്സലാം എന്ന് നബി തങ്ങൾ കണ്ടു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയാക്കന്മാരെ മുഴുവൻ അവിടെ ഒരുമിച്ച് കൂട്ടിയിരിക്കുക. ആ ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റും കിടക്കുന്ന നബിമാരിൽ മൂസാ നബി അലൈഹിസ്സലാം ഉണ്ട്. മൂസാ നബി അലൈഹിസ്സലാം ജെറൂസലേമിന്റെ പുറത്താണ്. ജെറൂസലേമിലേക്ക് എത്തിക്കണമെന്ന് അള്ളാഹിനോട് ദുആ ചെയ്തു. പക്ഷെ അള്ളാഹുവിന്റെ തീരുമാനം ബൈത്തുൽ മുഖദ്ദസിന്റെ ജെറൂസലേമിൽ എത്തുന്നതിന്റെ മുമ്പ് വഫാത്താകാനാണ്. അങ്ങനെ മൂസാ നബിയുടെ ഖബറുള്ളത് ജെറൂസലേം ആ ഒരു ഏരിയക്ക് പുറത്താണ്. പക്ഷെ അടുത്ത് തന്നെ ബൈത്തുൽ മുഖദ്ദസ് ഒരു 20 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ. ഈജിപ്തിലേക്ക് പോകുകയാണെങ്കിൽ മൂസാ നബി അലൈഹിസ്സലാമിന്റെ മഖാം വലത് ഭാഗത്ത് കാണും, അങ്ങനെ പോകാൻ കഴിയുള്ളൂ. ഗുഡ് സമാരിറ്റൻ എന്ന് പറഞ്ഞൊരു വഴിയുണ്ട് അവിടെ, സാമിരിന്റെ പേരിൽ ഗുഡ് സമാരിറ്റൻ, സാമിരിയുൽ ഖൈർ എന്ന വാക്കിനർത്ഥം ഇങ്ങനെ കിട്ടി അല്ലാഹു വല പേര്. അതായത് ആ വഴിയാണ് മൂസാ നബിന്റെ മഖാം. അവിടെ എഴുതിയിട്ടുണ്ട് അതാ മഖാമുൻ നബി മൂസ അലൈഹിസ്സലാം. മൂസാ നബിന്റെ മഖാമാണ് ഇവിടെ, ഹൈവേയിൽ നിന്നൊരു 1.5 കിലോമീറ്റർ. അത് കഴിഞ്ഞാൽ ദാവൂദ് നബിയുണ്ട് ബൈത്തുൽ മുഖദ്ദസിന്റെ തൊട്ടടുത്ത്. ദാവൂദ് നബി ബൈത്തുൽ മുഖദ്ദസിന്റെ അതേ കോമ്പൗണ്ടിലുണ്ട് സുലൈമാൻ അലൈഹിസ്സലാം. പക്ഷെ എവിടെയാണെന്ന് അറിയില്ല, അതിൻ്റെ ഉള്ളിലാണെന്നാണ്. പിന്നെയുണ്ട് തൊട്ടിപ്പുറത്ത് ജോർഡാനിന്റെ ബോർഡർ, ഫലസ്തീനിന്റെ ജോർഡാനിന്റെ ബോർഡർ, അതാണ് അമ്മാൻ. അമ്മാനിന്റെ പരിസരത്താണ് വാദി ഷുഐബിലുണ്ട് ഷുഐബ് നബി അലൈഹിസ്സലാം. അവിടെയുണ്ട് യൂഷഅ ബിൻ നൂൻ അലൈഹിസ്സലാം. ഇതൊക്കെ ആകെ 30 കിലോമീറ്റർ ദൂരത്തെ കിടക്കുന്നത്. പിന്നെ ഹിബ്രോണിൽ അംബിയാഇന്റെ മഹാനേതാക്കന്മാരുടെ സംഗമസ്ഥാനം. ഒരു പള്ളിൻ്റെ ഉള്ളിലാണ് ഇബ്രാഹിം നബിയും ഇസ്ഹാഖ് നബിയും യാക്കൂബ് നബിയും യൂസുഫ് നബിയും. വാപ്പ യൂസുഫ് നബി, അവരുടെ വാപ്പ പിന്നെ യാക്കൂബ് നബിന്റെ വാപ്പ ഇസ്ഹാഖ് നബിന്റെ ഉപ്പ ഇബ്രാഹിം നബി. 4 നബിമാർ ഒരുമിച്ചൊരു പള്ളിൻ്റെ ഉള്ളിലാണ്. അൽ മസ്ജിദുൽ ഖലീൽ, മസ്ജിദ് അൽ ഹറമുൽ ഖലീലി, ഇബ്രാഹിം നബിന്റെ ഹറം എന്ന് പറയും ആ ഒരു പള്ളിക്ക്. അവിടെ സാറാ ബീവി ഉണ്ട്, റിഫ്ഖ ബീവി ഉണ്ട്. മാഷാ അല്ലാഹ്, ഇതൊക്കെ ഉള്ള നാടാണ്. അങ്ങനെ ചുറ്റും ബറക്കത്തുള്ള ഒരു നാട്ടിലേക്ക് എന്റെ റസൂലിനെ ഞാൻ കൊണ്ടുപോകുന്നു. 2 നബിമാരെ പടുത്തുയർത്തിയ കഅബാലയം, ഇസ്മായിൽ നബിയും ഇബ്രാഹിം നബിയും, വാപ്പയും മോനും. ഇബ്രാഹിം നബി വാപ്പ, ഇസ്മായിൽ നബി മോന്. പിന്നെ 2 നബിമാർ, ഇബ്രാഹിം നബി അടിത്തറ പാകിയ 2 നബിമാർ, നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാമും നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. ദാവൂദ് നബിന്റെ മോനാണ്. ഇവർ 2 പേരും ഉണ്ടാക്കിയ പള്ളിയാണ് അൽ മസ്ജിദുൽ അഖ്സ. 2 മഹാന്മാരായ പ്രവാചകന്മാരുടെ സംഗമഭൂമിയെ അള്ളാഹു ബന്ധിപ്പിക്കുകയാണ്. എന്തുകൊണ്ട് ഇസ്രാ മിഅ്റാജിന് അള്ളാഹു ബൈത്തുൽ മുഖദ്ദസ് തെരഞ്ഞെടുത്തു എന്നതൊരു ചോദ്യമാണ്. അള്ളാഹു ആകാശത്തെ കൊണ്ടുപോകണ കഅബന്റെ മുകളിൽ നിന്ന് കൊണ്ടുപോയിക്കൂടായിരുന്നു എന്നാ. പക്ഷെ മഹാന്മാർ പറയുന്നൊരു മറുപടി ഉണ്ട്. ബൈത്തുൽ മുഖദ്ദസിലൂടെയാണ് ആകാശ ലോകത്തേക്കുള്ള വഴി. അത് നമ്മൾ പറയുമ്പോഴേ ആസ്ട്രോനോട്ടുകൾക്ക് കൗതുകമായേക്കാം, അവർ പഠിച്ചോട്ടെ. നമ്മുടെ പ്രമാണങ്ങൾ വെച്ച് നോക്കുമ്പോഴേ നമുക്കത് 100% ഉറപ്പാണ്. ആകാശത്തേക്കുള്ള മിഅ്റാജിന് റബ്ബ് തെരഞ്ഞെടുത്ത സ്ഥാനം ഖുബ്ബത്തുസ് സുഹ്റ എന്ന് ഇന്ന് കാണുന്ന സ്വർണ്ണ കുബ്ബയുള്ളൊരു പള്ളിയുണ്ട്. അതല്ല ബൈത്തുൽ മുഖദ്ദസ്. ബൈത്തുൽ മുഖദ്ദസ് അതിന്റെ മുമ്പിലാണ്, ഒരു 100-200 മീറ്റർ മുമ്പിലാണ്. ഒരു കറുപ്പ് നിറമുള്ള കുബ്ബയാണ് ബൈത്തുൽ മുഖദ്ദസിന്. പക്ഷെ കാണാനും ചിത്രം കാണാൻ രസം ഈ സ്വർണ്ണ കുബ്ബ. അപ്പൊ ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറഞ്ഞാൽ സ്വർണ്ണ കുബ്ബ എല്ലാവരും കാണിച്ചു കൊടുക്കുക. അതല്ല ബൈത്തുൽ മുഖദ്ദസ്. സ്വർണ്ണ കുബ്ബ എന്ന് പറഞ്ഞത് അന്ന് പള്ളിയില്ല, അതിന്റെ ഉള്ളിൽ ഒരു പാറയാണ്. നമ്മുടെ ഈ സ്റ്റേജിനേക്കാളും ഒരു 4 ഇരട്ടി വലുപ്പമുള്ള ഒരു പാറയാണ്. ആ പാറയുടെ മുകളിൽ നിന്നാണ് ആകാശലോകത്തേക്ക് പോയത്. ആ പാറന്റെ മുകളിൽ അതിന് ബഹുമാന സൂചകാർത്ഥം അബ്ദുൽ മലിക് ബിൻ മർവാൻ ഉണ്ടാക്കിയ പള്ളിയാണ് ഇന്ന് കാണുന്ന സ്വർണ്ണ കൂടാരം, സ്വർണ്ണ കുബ്ബല്ലേ ആ കുബ്ബ. അതല്ല മസ്ജിദുൽ അഖ്സ. അതിന്റെ പേര് ഖുബ്ബത്തുസ് സുഹ്റ മസ്ജിദ് എന്നാ. മസ്ജിദ് ഖുബ്ബത്തുസ് സുഹ്റ. അവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത്. അതുമാത്രമല്ല, ആകാശ ലോകത്തേക്ക് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഖൽബ് കൊണ്ടൊരു റൂഹാനിയായ യാത്ര നടത്തണമെങ്കിൽ ബൈത്തുൽ മുഖദ്ദസ് നിങ്ങളുടെ ഖൽബിൽ വേണം. ബൈത്തുൽ മുഖദ്ദസിനോട് ഹുബ്ബില്ലാതെ അള്ളാഹുവിന്റെ മലക്കൂത്തിലേക്ക് കടന്നു ചെല്ലാൻ കഴിയില്ല എന്ന് പഠിപ്പിക്കാനാ പുണ്യ നബി അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അത് നമ്മുടെ പള്ളിയാണ്, അത് ഈ ഉമ്മത്തിന്റെ ഭാഗമാണ്. ഈ ഉമ്മത്തിന്റെ ഭാഗമാണ് ബൈത്തുൽ മുഖദ്ദസ്. പുണ്യ നബി തങ്ങൾ അവിടെ എത്തിയപ്പോൾ രാത്രിയാണ്. രാത്രിയിൽ ആരെങ്കിലും പള്ളിയിലുണ്ടാവോ? ആരുണ്ടാവില്ല. പക്ഷേ ബുറാക്കിനെ കെട്ടിയിട്ട് നബി തങ്ങൾ പള്ളിയിലേക്ക് ചെല്ലുമ്പോ അവിടെ 1,24,000-ഓളം ഒരു അമ്പിയാഇനെ നിസ്കരിക്കാനുള്ള സംവിധാനം ഒരുങ്ങി. അമ്പിയാക്കന്മാർ മുഴുവനും വന്നിരിക്കുകയാണ് അവിടെ. ബൈത്തുൽ മുഖദ്ദസിന്റെ കോമ്പൗണ്ട് വലിയൊരു കോമ്പൗണ്ടാ. അവിടെ 10 ലക്ഷം വന്നിരുന്നാലും അവിടെ ഇരിക്കാൻ പറ്റും. അത്രയും വിശാലമായ കോമ്പൗണ്ടാണത്. 1,24,000 അമ്പിയാക്കന്മാർ അല്ലാഹു തആല പുനർജന്മം കൊടുത്തു. അല്ലാഹുക്ക് അതിന് കഴിയും. ഇത് മുഅ്മിന് വിശ്വസിക്കാൻ ഒരു പ്രയാസമല്ല. ആമന്നാ ബി, നമ്മളത് വിശ്വസിക്കുന്നവരാണ്. അല്ലാഹുക്ക് എന്തിനു കഴിയില്ലേ?
പുണ്യനബി തങ്ങൾ ചെല്ലുമ്പോഴുണ്ട് ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബിയെ ആകാശലോകത്ത് കണ്ടു, ഭൂമിയിൽ നിന്നും കണ്ടു, അത് അത്ഭുതം. യഹ്യാ നബിയെയും ഭൂമിയിൽ നിന്ന് കണ്ടു, യൂസുഫ് നബിയെ ഭൂമിയിൽ കണ്ടു, ആകാശത്ത് കണ്ടു. ഇദ്രീസ് നബിയെ ഭൂമിയിൽ നിന്ന് കണ്ടു, അവിടെ നിന്ന് കണ്ടു. മൂസ നബിയെയും ഹാറൂൻ നബി ഇബ്രാഹിം നബിയെയും ഭൂമിയിൽ നിന്നും കണ്ടു, ആകാശത്ത് നിന്നും കണ്ടു. ഈസാ നബിയെ റസൂലുള്ളാഹി തങ്ങൾ വിശദീകരിച്ചു. ഈസാ നബിയെ ഞാൻ കണ്ടു അലൈഹിസ്സലാം, രണ്ടാം ആകാശത്ത് വെച്ച് കണ്ട കഥയാണ് പറഞ്ഞത്. ഈസാ നബിയെ ഞാൻ കാണുമ്പോൾ അവരുടെ മുടിയിൽ നിന്ന് മുത്തുപോലോത്തത് ഇങ്ങനെ വീഴുന്നുണ്ട് എന്ന് തോന്നും. അത്രയും കുളിച്ചിറങ്ങി നിൽക്കുന്ന പോലെ ചുവപ്പ് ധാരാളമുള്ള, അല്ലെങ്കിൽ വെളുപ്പോടുകൂടെ ചുവപ്പ് കലർന്ന, പാകത്തെ നീളമുള്ള വിശാലമായ തോളിടമുള്ള മഹാനായ ഈസാ നബി അലൈഹിസ്സലാം എന്ന് പറഞ്ഞവരുടെ മുഖത്ത് കാക്കാപ്പുള്ളി ഉണ്ട് പലയിടങ്ങളിലും എന്ന് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഈസാ നബിയെ കണ്ടത്. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കണ്ടിട്ട് തങ്ങൾ പറഞ്ഞു, ഇബ്രാഹിം മൂസാ നബിയുടെ രൂപം പറഞ്ഞു. ഷനൂഅ ഗോത്രത്തിലെ ആളുകളെ പോലെ എന്ന് പറഞ്ഞു നബി തങ്ങൾ മൂസാ നബി അലൈഹിസ്സലാമിനെ. മൂസാ നബി ഭയങ്കരമായിട്ട് ഒച്ച വെച്ച് സംസാരിക്കുന്നത് അവിടെ നിന്ന് കണ്ടു നബി തങ്ങൾ ആകാശ ലോകത്ത് നിന്ന്. പിന്നീട് ഭയങ്കര കരച്ചില്, സുബ്ഹാനല്ലാഹ്. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, എന്തിനാ ജിബ്രീലേ, എന്താണ് അവര് കരയുന്നത്? അപ്പൊ പറഞ്ഞു, നബിയെ, അവര് പറയാണ് അവരുടെ മക്കളിൽ ഒരു കുട്ടി വരും, ആ കുട്ടിയുടെ സമുദായം എന്റെ ഉമ്മത്തിനേക്കാളും ഒരുപാട് വരുന്നൊരു സമുദായമാണ്. ഈ ഉമ്മത്തിന്റെ നബിയെ കുറിച്ചാണ് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞത്. സന്തോഷം കൊണ്ട് കരയാണ്, അത് അസൂയ കൊണ്ടുള്ള കരച്ചിലല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾ പറഞ്ഞു, പിന്നെ ഇബ്രാഹിം നബിയെ ഞാൻ കണ്ടു, ആ ഇബ്രാഹിം നബിയുടെ രൂപം, അതിനോട് സാദൃശ്യമുള്ള രൂപം, സാഹിബുക്കും ഹാദാ, നിങ്ങളുടെ കൂട്ടുകാരനായ ഞാനാണ്. റസൂലുള്ളാഹി തങ്ങളെ പോലെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. നബിന്റെ വല്യാപ്പയല്ലേ ഇബ്രാഹിം അലൈഹിസ്സലാം, നേരെ വല്യാപ്പ ഇസ്മായിൽ നബി, ഇസ്മായിൽ നബിന്റെ ഉപ്പ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. വല്യപ്പ എന്ന് പറഞ്ഞാൽ 2-3 ഒരുപാട് തലമുറകൾക്കപ്പുറം അമ്പിയാക്കന്മാരൊക്കെ വിശുദ്ധ ആ സമയം നിൽക്കാൻ. അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം 1,24,000 അമ്പിയാക്കന്മാര് കാത്തിരിക്കുകയാണ് അവിടെ വേറെ സംസാരങ്ങളൊന്നുമില്ല. പുണ്യനബി തങ്ങൾ എല്ലാവരെയും കാണുന്നു. ജിബ്രീൽ തങ്ങൾ കൈപിടിച്ചു കൊണ്ടുവരുന്നു മുമ്പിലേക്ക്. നബിയെ സ്വല്ലി റകഅത്തൈൻ, 2 റകഅത്ത് നിസ്കരിക്കണേ നബിയെ. എന്റെ മുഅ്മിനീങ്ങളെ, ചെറുപ്പക്കാരെ, നിസ്കാരം അത് ചെറിയ വിഷയമല്ല. നമ്മുടെ പിടിക്കയറ നിസ്കാരം അത് നിങ്ങൾ ഖളാക്കി കഴിഞ്ഞു. അത് ക്ലിയർ ആണെങ്കിൽ ബാക്കിയൊക്കെ രക്ഷപ്പെടും. ഒരുവിധം നിസ്കാരം ക്ലിയർ അല്ലേ, രക്ഷപ്പെടാൻ കഴിയില്ല മുഅ്മിനെ. ബൈനനാ വ ബൈനൽ കുഫ്രി തർക്കുസ് സ്വലാ, നമ്മളും അവിശ്വാസവും തമ്മിലുള്ള ആകെയുള്ള വ്യത്യാസം നിസ്കാരം കൊണ്ടു നടക്കുന്നവരാ നമ്മൾ. കുഫറിന്റെ ആളുകൾക്ക് നിസ്കാരമില്ല. നമ്മുടെ നിസ്കാരം അത് പൊന്നുപോലെ നോക്കണേ കുട്ടികളെ. സ്കൂളിൽ പോയാലും നിസ്കാരം ഖളാക്കല്ലേ, കോളേജിൽ പോയാലും നിസ്കാരം ഖളാക്കല്ലേ. ജോലിയിലാണെന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് എന്ത് കാരണം നമ്മൾ പറയാം? ജോലി കുറച്ച് ടൈപ്പ് ചെയ്യണ്ട, അതുകൊണ്ട് ഞാൻ നിസ്കരിച്ചിട്ടില്ല എന്നോ? ഇതല്ലേ നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ? കുറച്ച് ഡാറ്റ എൻ്റർ ചെയ്യണ്ടെന്ന് മുതലാളി പറഞ്ഞത്. അള്ളാഹ് പറഞ്ഞ് കേൾക്കാൻ നിങ്ങൾക്ക് നേരമല്ല, മുതലാളി പറഞ്ഞ് കേൾക്കാൻ നേരണ്ടല്ല. യാ അള്ളാഹ്, ജോലിക്ക് നീ ഓൺ ടൈമാണ്, നിസ്കാരത്തിനോ അത് തോന്നിയ പോലെയാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന് അല്ലാഹു അക്ബർ, അള്ളാഹുവേ നിന്റെ വിഷയം ഏറ്റവും വലിയ വിഷയമാണ്. എന്റെ കുടുംബജീവിതത്തിൽ ഭാര്യയുമായി കച്ചറയും പ്രശ്നമൊക്കെ ഉണ്ട്, അത് വിഷയമല്ല. എന്റെ റബ്ബേ നിന്റെ വിഷയം വലുതാണ്. എനിക്ക് കടവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, അള്ളാഹുവേ നിന്റെ വിഷയം അതിലും വലുതാണ്. അള്ളാഹു എനിക്ക് അസുഖമുണ്ട്, കുട്ടിക്ക് അസുഖമുണ്ട്, അതൊക്കെ ഇപ്പം മറക്ക്. അല്ലാഹു അക്ബർ, അള്ളാഹിന്റെ വിഷയം അതിലും വലുതാണ്. നിന്റെ എക്സാമും നിന്റെ ജോലിയും നിന്റെ കച്ചവടവും ഇതൊക്കെ വലുതാ. അള്ളാഹുവിന്റെ വിഷയം അതിലും വലുതാണ്. അതൊക്കെ പുറത്തേക്കെറി. അല്ലാഹു അക്ബർ, അതാണ് തക്ബീറിന്റെ അർത്ഥം. നിന്റെ ടെൻഷനൊക്കെ ബാക്കിൽ വിടണം. ഇൻഡിഗോ ഫ്ലൈറ്റിന്റെ ക്യാബിനിലേക്ക് കയറുന്നിടത്തുണ്ട് ഒരു ചില സ്റ്റിക്കർ, ചില ഫ്ലൈറ്റിലൊക്കെ കണ്ടിട്ടുണ്ട്. പൈലറ്റുമാരോട് പറയാ, ലീവ് യുവർ വെറീസ് ബിഹൈൻഡ് ദിസ് ഡോർ. നിങ്ങളുടെ ടെൻഷനൊക്കെ ഈ ഡോറിൻ്റെ പുറത്തിട്ടിട്ട് ഉള്ളിൽ കയറിയാൽ മതി കേട്ടോ. ടെൻഷൻ പിടിച്ചത് ഓടിക്കാൻ നിന്നാലേ. അള്ളാഹിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ഇതൊന്നും ഒരു ടെൻഷനും ഓർക്കരുത്. നിന്റെ കടോ നിനക്ക് ക്യാൻസർ രോഗം വരെ വന്നേക്കാം, അള്ളാഹ് കാക്കട്ടെ, അക്രമക്കുമുല്ലാ, അള്ളാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തട്ടെ. എന്നാലും നിസ്കരിക്കുമ്പോൾ റബ്ബേ എൻ്റെ അസുഖവും അതിൻ്റെ വേദനയൊന്നും ഒന്നുമല്ല റബ്ബേ, നീയാണ് വലുത്. അല്ലാഹു അക്ബർ. നമുക്ക് എപ്പോഴെങ്കിലും അങ്ങനെ ഓർമ്മ വന്നിട്ടുണ്ടോ? ഹസൻ ബസ്രി തങ്ങൾ പറയാ, ഇയ്യാക സുമ്മ ഇയ്യാക അൻ യൽതഫിത വജ്ഹുക ഇലാ ഗൈരില്ലാഹ് ബഅദ അൻ തഖൂല അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് നിന്റെ മനസ്സ് അല്ലാഹു അല്ലാത്ത ഒന്നിലേക്കും പോകരുത് കേട്ടോ. നിന്റെ കണ്ണുകൊണ്ട് അല്ലാഹു അല്ലാത്ത ഒന്നിലേക്കും നീ പോകല്ലേ, ഖൽബ് കൊണ്ട് പോകല്ലേ. അള്ളാഹുവാണ് ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞിട്ട് തക്ബീർ ചൊല്ലിയാണ്. എന്നിട്ട് ആലോചിക്കുന്നത് വേറെ എവിടെയെങ്കിലും പോയിട്ട് വരെ ഇമാം സലാം പോയിട്ട് അങ്ങനെ കുത്തി മറിഞ്ഞ് എണീറ്റ് പോരെ. ഇതൊക്കെ എന്ത് നിസ്കാരം? ഇതൊക്കെ സ്വീകരിക്കണമെങ്കിൽ റഹ്മാനായ റബ്ബന്നെ വേണം, അല്ലെങ്കിൽ ആര് സ്വീകരിക്കും? അള്ളാഹിന്റെ കരുണ കൊണ്ട് രക്ഷപ്പെട്ടെങ്കിലുള്ളൂ. 5 നേരത്തെ നിസ്കാരം, ആകെ ഒരു 25 മിനിറ്റ് അള്ളാഹ്ക്ക് വേണ്ടി ഒരു ദിവസം ചോദിക്കുന്നുള്ളൂ. അതന്നെ നമ്മൾ എട്ടങ്ങേറായിട്ടാണ് കൊടുക്കണത് അല്ലേ?
അരിഹ്നാ ബിഹാ യാ ബിലാൽ, ബിലാലേ മനസ്സമാധാനം ഉണ്ടാവട്ടെ, ബിലാലെ വാങ്ക് കൊടുത്തോളൂ, ഇഖാമത്ത് കൊടുക്കിൻ ബിലാലെ, മനസ്സിന് സമാധാനം വരട്ടെ. എങ്ങനെ നിസ്കരിക്കാൻ ഇഖാമത്ത് കൊടുക്കിൻ എന്ന് പറയാൻ നബി തങ്ങൾ ഉപയോഗിക്കുന്ന വാക്കെന്താ? ബിലാലെ ആ നിസ്കാരം കൊണ്ട് മനസ്സമാധാനം തരൂ. നമ്മളിപ്പോൾ ഇമാമിന് ഇഷ്ടപ്പെട്ടില്ല, അപ്പം പെരീന്ന് നിസ്കരിക്കാം. അല്ലെങ്കിൽ പള്ളിയിൽ മൊല്ലാക്കാനോട് ദേഷ്യം, അപ്പോൾ പിന്നെ വേറെ എവിടെയെങ്കിലും പോയിട്ട് നിസ്കരിക്കുക. അല്ലെങ്കിൽ ആ പള്ളി കമ്മിറ്റിക്കാർ ഏതെങ്കിലും ഒരാളോട് ദേഷ്യമുണ്ട്, അപ്പോൾ പിന്നെ ജന്മത്തിൽ പള്ളിക്ക് വരില്ല, പെരീന്ന പിന്നെ നിസ്കാരം. പൊന്നാര മുഅ്മിനെ, ഈ വക കളിയൊന്നും പറ്റൂല. അള്ളാഹിൻ്റെ മസ്ജിദ് അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യാനുള്ളത്, നാട്ടുകാരെ കണ്ടുള്ളതല്ല. നീ നിസ്കരിക്കുന്ന അള്ളാഹുവിനോടാണ്, അള്ളാഹുവിനോടാണ് ഇബാദത്ത് ചെയ്യുന്നത് അല്ലേ? അള്ളാഹുവിനോടാണ്. അങ്ങനെയാണ് നമ്മുടെ ഇബാദത്ത്, അള്ളാഹുവിനോടാണ്. നമ്മുടെ ഒരു ഉസ്താദ് പറഞ്ഞു, ഞാനൊരു റസൂലുള്ളാഹി തങ്ങളുടെ ഒരു ഹദീസിൻ്റെ വിശദീകരണം, ആൾക്കാർ വലിയ ക്ലിപ്പുണ്ടാകൂലേ, ലാ തജ്അലൂ ഖബരി വസനൻ യുഅബദ് ലഅന അല്ലാഹുൽ യഹൂദ വന്നസ്വാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ്. ഹദീസാണ്, സ്വഹീഹായ ഹദീസാണ്, സ്വഹീഹായ ഹദീസാണ്. നബി തങ്ങൾ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ വിശദീകരണം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറയാണത് എന്താ അതിൻ്റെ അർത്ഥം എന്നറിയോ? നമ്മുടെ ഇബാദത്ത് അള്ളാഹുവിനാണ്, നമ്മുടെ ഇബാദത്ത് അള്ളാഹുവിനെ, വേറെ ആർക്കുമല്ല. തങ്ങൾ പറയാൻ എൻ്റെ ഖബർ നിങ്ങൾ ബിംബമാക്കരുത്, സിയാറത്ത് ചെയ്യരുത് എന്നല്ല പറഞ്ഞത്. തങ്ങൾ എന്നെ സിയാറത്ത് ചെയ്യാൻ പഠിപ്പിച്ച സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാന്മാരെ സിയാറത്ത് ചെയ്യണം എന്ന് പഠിപ്പിച്ചത് നബി തങ്ങളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ആഖിറം നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളതാണ്, പ്രാർത്ഥിക്കാനുള്ളതാണ്, മഗ്ഫിറത്തിന് വേണ്ടി ദുആയിരക്കാനുള്ള നിങ്ങൾക്കും മരണപ്പെട്ടവർക്കും. അതൊരു ബറക്കത്തിന്റെ ഇടമാണ്. ഇത് ഈ ദീനിന്റെ ഉലമാ പഠിപ്പിച്ചതാണ്. പക്ഷേ അതൊരിക്കലും ബിംബമാക്കരുത്. ബിംബം എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ പടച്ചോൻ അതാണ് എന്ന് പറയലാണ്. പക്ഷേ ഖബറിൽ കിടക്കുന്ന മഹാന്മാർ അള്ളാഹുവിൻ്റെ മഹാന്മാരാണ്. അവരെ നമ്മളെ പടച്ചോനാണോ? അല്ല. അതൊരു മുസ്ലിമും വിശ്വസിക്കൂലല്ലോ. മുസ്ലിം അങ്ങനെയല്ലല്ലോ വിചാരിക്കുന്നത്. അവർ മഹാന്മാരാണ്, അവർ മഹത്തുക്കളാണ്. അവരുടെ സ്ഥാനത്ത്, അവരുടെ മഖാമിൽ, അവരുടെ ചാരത്ത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന സ്വാലിഹീങ്ങളായ ജിന്നുകളോ അള്ളാഹുവിൻ്റെ മലക്കുകളോ സാന്നിധ്യമുള്ളവരാണ്. അവിടുന്ന് ദുആയെന്നാൽ അള്ളാഹു ഉത്തരം തരും. എന്നല്ല നമ്മൾ നിസ്കരിക്കണ ഓരോടല്ലല്ലോ. അവരാണോ നമുക്ക് നാളെ സ്വർഗ്ഗം നരകം തരുന്നത്? അള്ളാഹുവാണ്. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, എൻ്റെ ഖബറിനെ നിങ്ങൾ എന്ത് ചെയ്യരുത്? എൻ്റെ ഖബറിനെ ബിംബമാക്കരുത്. വസനൻ യുഅബദ് എന്ന് പറഞ്ഞാൽ സിയാറത്ത് ചെയ്യരുത് എന്നല്ല, സിയാറത്ത് ചെയ്യണം. എന്താവരുത്? നമ്മുടെ ഇബാദത്ത് അവരോടല്ല, ഇബാദത്ത് അല്ലാഹുവിനോടാണ്, ഇബാദത്ത് റബ്ബിനോടാണ്. പക്ഷേ ആ സാന്നിധ്യവും ആ ഹുർമത്തും ആ ഫളുലും ആ ഫളീലത്തും അത് കിട്ടാൻ ആ സാന്നിധ്യത്തിന് ദുആ ചെയ്യുന്നത് അദ്റാബിൽ ഇജാബ, ദുആക്ക് ഉത്തരം കിട്ടാൻ എളുപ്പമാണ്. ഇബാദത്ത് ആർക്കാണ്? അല്ലാഹുവിനാണ്. അത് ജൂതന്മാരും ക്രിസ്ത്യാനികളും അങ്ങനെ ചെയ്തു. ഇപ്പോൾ ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ അടുത്ത് അവിടെ സുജൂദ് ചെയ്യുന്ന ആൾക്കാരെ കാണാൻ പറ്റും. ദാവൂദ് നബിൻ്റെ ഖബറിൻ്റെ അടുത്ത് അവർ തെൽമൂദ് ഇങ്ങനെ ആടി ചൊല്ലും. അവിടെ ആ ഖബറിൻ്റെ മുകളിൽ ഇങ്ങനെ കരഞ്ഞു പിടിച്ച് അവിടെ നിന്ന് അവർ ആരാധിക്കുന്നുണ്ട് ദാവൂദ് നബി അലൈഹി സ്വലാമിനെ. ദാവൂദ് നബിനെ അവർ വിളിക്കുക കിങ് ഡേവിഡ് എന്നാ, നബി എന്നല്ല വിളിക്കുക, കിങ് ഡേവിഡ്. ദാവൂദ് നബി എന്ന, ദാവൂദ് രാജാവ് എന്നാ അവർ പറയാം. നമ്മളത് നബിയാണ്, നബിയുല്ലാഹി ദാവൂദ് അലൈഹി സ്വലാം. നമ്മളവിടെ പോയി ഫാത്തിഹ ഓതി യാസീൻ ഓതി ഉഷാറായിട്ട് വരുന്നു പോരും. അവരുടെ അഖീദ വേറെയാണ്, അവരതുകൊണ്ട് പിഴച്ചുപോയി. നമ്മുടെ അഖീദ അള്ളാഹുവാണ് റബ്ബ്, അള്ളാഹുവാണ് നമ്മുടെ സസ്റ്റൈനർ, അള്ളാഹുവാണ് നമ്മുടെ മഅബൂദ്. ആ വിശ്വാസത്തിൽ നമ്മൾ സിയാറത്ത് ചെയ്യുന്നത്, ആ വിശ്വാസത്തിൽ തന്നെയാണ് നമ്മൾ ഉറൂസ് പരിപാടികൾ നടത്തുന്നത്. എന്നല്ലാതെ നമ്മുടെ രക്ഷിതാവും സൃഷ്ടാവും അവരാന്ന് വിചാരിച്ചിട്ടാണോ? അല്ലല്ലോ. അവർക്ക് അള്ളാഹുവിൻ്റെ മഅബൂദുകളാണ്. പക്ഷെ നമ്മളെക്കാളും ഒരുപാട് ഖൈറായവരാണ്. അള്ളാഹു തിരഞ്ഞെടുത്ത ഔലിയാക്കന്മാരും സ്വാലിഹീങ്ങളും സ്വഹാബികളും താബിഈങ്ങളും മഹത്തുക്കളുമാണ്. അപ്പൊ നമുക്ക് അവരുടെ ചാരത്തുനിന്ന് അള്ളാഹുവിലേക്കുള്ള വസീലയാണ് അവര്. അത്രയേ ഉള്ളൂ. എന്നല്ലാതെ അവിടെ കുഫ്ർ ചെയ്യുന്നോ, അത് അവിടെ ഖബർ ആരാധന ചെയ്യുന്നോ, അങ്ങനെയൊക്കെയാണ് നമ്മളെ പറ്റി മറ്റുള്ള പറയല്. ഖബർ ആരാധന, കുബൂരികൾ എന്ന് പറയും. ഗൾഫിലൊക്കെ പാര വെക്കുന്ന പരിപാടി അങ്ങനെ ചെയ്യല്. ഇത് കുബൂരികളായിട്ടാണ് വരുന്നത്, അവിടെ മുടക്കണേ പരിപാടി. അപ്പോൾ CID വരും, പരിപാടി മുടക്കും. കൊടുക്കുന്ന റിപ്പോർട്ട് അതാക്കാരം കുബൂരികളാണ്. എന്താണ് പറഞ്ഞത്? ഖബർ ആരാധിക്കുന്നത്. ഇത് ജൂത നസാറാക്കളെ പറ്റി നിങ്ങൾ ഉപയോഗിച്ച വാക്കാണത്. തഖദു ഖുബൂറ അംബിയാഇ മസാജിദ്. അതെങ്ങനെയാണ് മുഅ്മിനീങ്ങളെ പറ്റി പറയാൻ പാടുണ്ടോ? അതെന്തൊരു മോശമാണ്. അത് ഒരു കുഫർ ആരോപണമല്ലേ? കുഫർ ആരോപിച്ചാൽ അത് ചെയ്യുന്ന ആളുകൾക്ക് കുഫറില്ലെങ്കിൽ പറയുന്ന ആളുകൾക്ക് കുഫർ വരുന്നതാണ്. അങ്ങനെയാണ് നമ്മുടെ ഖൽബിലുള്ള അഖീദയും നമ്മുടെ ഈമാനും അറിയാതെ ഒരു മനുഷ്യൻ അങ്ങനെ വിധി എഴുതി എന്ന് പറയാ. നമ്മൾ ഖബർ ആരാധിക്കുന്നവരാന്ന് പറയാം. ഖബർ ആരാധനയല്ല, ഖബർ സിയാറത്തല്ലേ നമ്മൾ ചെയ്യുന്നത്. ആരാധന ആര് ചെയ്താലും തെറ്റാ. വിവരമില്ലാത്ത ആൾക്കാരെ എന്തെങ്കിലും ചെയ്തേക്കാം, അറിവില്ലായ്മ കൊണ്ട്. അതൊക്കെ വരും നമ്മളെ അക്കൗണ്ടിക്ക്. കാരണം മറ്റിനൊക്കെ മെമ്പർഷിപ്പ് ഉണ്ട്. അതല്ലാത്തവരും മുഴുവൻ സുന്നികൾ എന്നാ പറയുക. ഈ സുന്നികൾ എന്ന് പറയപ്പെടുന്ന ആളുകളിൽ ഒരു പക്ഷേ ഇൽമില്ലാത്ത സാധുക്കൾ ഉണ്ടാവും, വിവരമില്ലാത്തവർ. അവരെന്തെങ്കിലും ചെയ്തു കൂട്ടി ആ ക്ലിപ്പിട്ടിട്ട് പറയും, ഇതാ കണ്ടില്ലേ നിങ്ങളാ ചെയ്യുക. അതല്ലാതെ ഇൽമല്ലല്ലോ. അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറഞ്ഞ മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എന്താ തസവുഫ് എന്ന്. എന്താ? മാ വാഫഖ കിതാബല്ലാഹി വസുന്നത റസൂലി, അല്ലാഹുവിന്റെയും അവന്റെ ഹബീബിന്റെയും ചര്യയാണ്. അല്ലാഹുവിന്റെ അംറുകളും ഹബീബായ നബിയുടെയും സ്വഹാബത്തിന്റെയും ചര്യയാണ്.
അതാണ് നമ്മുടെ അഖീദ, അതാണ് നമ്മുടെ വിശ്വാസം. അത്രയേ ഉള്ളൂ. അതിലൊന്നും വേറെ തെറ്റിദ്ധരിപ്പിക്കേണ്ട ഒരു വിഷയമില്ല. പിന്നെ ഓരോരുത്തർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ചെയ്യും, പല ക്ലിപ്പുണ്ടാക്കുക. അതുകൊണ്ടൊക്കെ ജീവിക്കുന്ന ആൾക്കാരായിരിക്കും, അവർ ജീവിച്ചു പോയിക്കോട്ടെ. അപ്പോൾ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാ, നബിയെ ഇമാമായി നിസ്കരിക്കിൻ, അങ്ങ് ഇമാമാൻ. നബി തങ്ങൾ അവർക്ക് വേണ്ടി 2 റക്അത്ത് നിസ്കരിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാണെന്നറിയോ? എല്ലാ നബിമാരെക്കാളും നബിയെ അങ്ങ് ശ്രേഷ്ഠരാണ്. ഹബീബായ നബിയെ അതിൽ ജൂതന്മാർ വിശ്വസിക്കുന്ന, അവരുടെ മാത്രം ആളാണെന്ന് പറയുന്ന മൂസാ നബി അലൈഹിസ്സലാം നമ്മുടെ നബിയാണ്. ഒരു വിഭാഗത്തിന്റെ മാത്രം ആളാണെന്ന് പറയുന്ന ഈസാ നബി അലൈഹിസ്സലാം നമ്മുടെ നബിയാണ്. ഒരു വിഭാഗത്തിൻ്റെത് മാത്രമെന്ന് വിശ്വസിക്കുന്ന ചില മതവിഭാഗങ്ങൾ ദാവൂദ് നബി നമ്മുടെ നബിയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽ വേർതിരിവ് കാണിക്കുന്നവരല്ല മുഅ്മിനീങ്ങൾ. നമ്മളെല്ലാവരെയും ഒരുപോലെ ബഹുമാനിക്കുന്നവരാണ്. ആ എല്ലാ നബിമാരും അള്ളാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ ഈ ദുന്യാവിന്റെ നേതൃത്വത്തിന്റെ പതാക ഏൽപ്പിക്കുകയാണ്. ആ പതാക ഏൽപ്പിക്കലാണ് മൂസ നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും ആദം നബി അലൈഹിസ്സലാം അടക്കം വല്ലിപ്പയാണ് മുഹമ്മദ് നബിയെ അങ്ങേ നാം ഈ നേതൃത്വം ഏൽപ്പിച്ചിരിക്കുന്നു. ഉമ്മത്തിന്റെ നേതൃത്വം, മനുഷ്യകുലത്തിന്റെ നേതൃത്വം, മുൻഗാമികളുടെയും പിൻഗാമികളുടെയും നേതൃത്വം, അത് ഏൽപ്പിക്കാനാണ് നബി തങ്ങളെ ഇമാമാക്കി നിർത്തിയത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. അല്ലാഹു എല്ലാം കേൾക്കുന്നവനാണ്, അല്ലാഹു എല്ലാം കാണുന്നവനാണ്. ആലോചിച്ചിട്ടുണ്ട് എന്താണ് ആയത്തിന്റെ അവസാനം അങ്ങനെ വരാൻ കാരണം? അവിടെ പറയേണ്ടത് എന്തായിരുന്നു? അള്ളാഹ് ഇസ്രാ കൊണ്ടുപോയാൽ അള്ളാഹ് എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്നല്ലേ അവിടെ യോജിക്കുന്നത്. പക്ഷെ അള്ളാഹ് പറഞ്ഞെന്താ? ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്, അള്ളാഹു എല്ലാം കാണുന്നവനാണ് നബിയെ. അതിനാണ് ഇസ്രാ അങ്ങയെ കൊണ്ടുപോകുന്നത്. അപ്പൊ നമുക്ക് തോന്നി എന്താ അങ്ങനെ വന്നത് എന്നല്ലേ. ഖുർആനിന്റെ ഓരോ അക്ഷരത്തിനും അത്ഭുതമുണ്ട്. എന്തുകൊണ്ട് ഇസ്രാ പറഞ്ഞ സുബ്ഹാനല്ലദി എന്ന് ആരംഭിച്ച ആയത്തിന്റെ അവസാനം അള്ളാഹുവിന്റെ ശക്തിയും അള്ളാഹുവിന്റെ കഴിവും പറയേണ്ടിടത്ത് അള്ളാഹു പറഞ്ഞത് റബ്ബ് കാണുന്നവനാണ്, കേൾക്കുന്നവനാണ്. എന്തുകൊണ്ടാണെന്നറിയോ? നബിയേ, അങ്ങയുടെ പ്രാർത്ഥന, ത്വായിഫിൽ നിന്ന് ആളുകൾ അങ്ങയെ കല്ലെടുത്തെറിഞ്ഞപ്പോൾ അങ്ങ് എന്നോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന, അല്ലാഹുമ്മ ഇലൈക അഷ്കൂ ളുഅഫി വഖുവത ഹീലതി വഹവാനി അലന്നാസ്. പടച്ചവനെ, ഞാൻ ഇത്ര നിസ്സാരനായി പോയല്ലോ റബ്ബേ, എൻ്റെ കാലുകൾക്ക് നിന്ന് ചോര വരുന്നു, എന്നെ ആളുകൾ ആക്രമിച്ചല്ലോ റബ്ബേ. നിങ്ങൾ എന്നോട് ആ വലാതി പറഞ്ഞത് കേട്ടിട്ടുണ്ട് നബിയേ. എങ്ങനെയാണ് ത്വായിഫുകാർ അങ്ങയോട് പെരുമാറിയതെന്ന്? ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. അവരങ്ങയോട് ചെയ്തത് റബ്ബ് കേട്ടവരാണ്, അല്ലാഹ് കേട്ടിട്ടുണ്ട്. അങ്ങയോട് ചെയ്തതും അങ്ങ് പറഞ്ഞതും കേൾക്കുകയും കാണുകയും ചെയ്ത അല്ലാഹു ആ ഒരു അനുഭവത്തിന് പകരമായി, അങ്ങയുടെ മനസ്സിനുണ്ടായ ദുഃഖത്തിന് പകരമായി അല്ലാഹു ആശ്വസിക്കാൻ തന്നതാണ് ഇസ്രാ. ആ ആയത്തിന് ബന്ധിക്കുന്നത് ത്വായിഫിന്റെ സംഭവത്തിലേക്കാണ്. അത് കാണുകയും കേൾക്കുകയും അല്ലാഹ് ചെയ്തിട്ടുണ്ട് നബിയെ. ഖർനുസാലിബിലെ അങ്ങയുടെ വളരെ നിസ്സഹായാവസ്ഥയിൽ അങ്ങ് ദുആ ചെയ്തത് അല്ലാഹു കേട്ടിട്ടുണ്ട് നബിയെ. അതിനാണ് അങ്ങയെ നാം കൊണ്ടുപോകുന്നത്. 7 ആകാശങ്ങളിലേക്കുള്ള യാത്ര പോകുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമാണ് കൂടെയുള്ളത്. ഇനി ആകാശ ലോകത്തേക്ക് കയറുകയാണ്. ഇസ്രാ കഴിഞ്ഞിട്ട്, ഇസ്രാഇന്റെ ആദ്യ ഭാഗം കഴിഞ്ഞ് ഇനി മെഹറാജാണ് നടക്കുന്നത്. മെഹറാജ് എന്ന് പറയുന്നത് ജെറൂസലേമിലെ ആ പാറയിൽ നിന്ന്, ബൈത്തുൽ മുഖദ്ദസിന്റെ മുറ്റത്തുള്ള പാറയിൽ നിന്ന് 7 ആകാശങ്ങൾക്കും അതിനപ്പുറത്തേക്കും സിദ്റത്തുൽ മുൻതഹയുടെയും അപ്പുറത്തേക്ക് അള്ളാഹുവിന്റെ ഹബീബ് പോയ യാത്രയാണത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ യാത്രയിൽ പിന്നെ ബുറാക്കിന് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ലെന്നാണ് പ്രബല അഭിപ്രായം. ആകാശത്തേക്ക് പോയപ്പോൾ ബുറാക്ക് ഭൂമിയിൽ തന്നെയാണ്. ബുറാക്കിന് പിന്നെ എടുത്തിട്ട് മക്കയിലേക്ക് വരാനാണ് പിന്നെ ഉപയോഗിച്ചത്. ആകാശത്തേക്ക് കൊണ്ടുപോയിട്ടില്ല എന്നാ. ആകാശത്ത് കൊണ്ടുപോയി എന്ന് പറയുന്നവരുണ്ട്, പക്ഷെ പ്രബല അഭിപ്രായം കൊണ്ടുപോയില്ല എന്നാ. ജിബ്രീൽ തങ്ങളുടെ കൂടെ. അത് എങ്ങനെയാണ് ആ യാത്ര? എത്രയാണ് അതിന്റെ സ്പീഡ്? അല്ലാഹുവിനെ അറിയുള്ളൂ. അല്ലാഹുവിനെ അറിയുകയുള്ളൂ. നമ്മുടെ തൊട്ടടുത്ത ഒരു നക്ഷത്രത്തിലേക്ക് പോകണമെങ്കിൽ നമുക്ക് 4.25 ലൈറ്റ് ഇയേഴ്സ് വേണം, പ്രകാശവർഷം വേണം, 4 പ്രകാശവർഷം വേണം. ഒരു പ്രകാശത്തിന്റെ സ്പീഡിൽ നമ്മുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രത്തിലേക്ക് പോകണമെങ്കിൽ ബില്യൺ കണക്കിന് നക്ഷത്ര വർഷങ്ങൾ, ലൈറ്റ് ഇയേഴ്സ്, പ്രകാശ വർഷങ്ങൾ വേണം. ഈ പ്രപഞ്ചത്തിന്റെ അറ്റങ്ങളിൽ കിടക്കുന്ന താരക സമൂഹങ്ങളിലേക്ക് എത്താൻ മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല. കാൽക്കുലേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ, ഒരിക്കലും കഴിയില്ല. ആ ഒരു ദൂരമാണ്. ഇനി 21-ാം നൂറ്റാണ്ട് എത്ര വലിയ കണ്ടുപിടുത്തം നടത്തിയാലും ഇപ്പൊ ചൊവ്വയിലേക്ക് എത്തി. ഇനി അങ്ങ് യുറാനസിലോ നെപ്റ്റ്യൂണിലെത്തി, പ്രോക്സിമ സെഞ്ചുറി എത്തി, ആൽഫ സെഞ്ചുറിയിൽ എത്തിയെന്നായിരിക്കുക. എവിടെയൊക്കെ നിങ്ങൾ എത്തിയാലും
എൻ്റെ റസൂല് പോയിടത്തേക്ക് പോകാൻ കഴിയാത്ത വിധം നിങ്ങളുടെ മുമ്പിൽ തന്നെയാണ് എൻ്റെ റസൂല് നിൽക്കുന്നത് എന്ന് 21-ാം നൂറ്റാണ്ടുകാരനോട് വിളിച്ചു പറയാൻ തന്നെയാണ് ആ ഹബീബിനെ ഖുർആൻ കൊടുത്തതോടുകൂടെ ഖുർആനിന്റെ തൊട്ടുടനെ വരുന്ന ഏറ്റവും വലിയ അത്ഭുതമാണ് ഇസ്രാ മിഅ്റാജ്. ഇത് ചില്ലറ സംഭവമല്ല. അസ്റാ ബി അബ്ദിഹി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ശരീരമുള്ള മനുഷ്യരാണ് അബ്ദ് എന്ന് പറയാ. ഹബീബിന്റെ യാത്ര സ്വപ്നമല്ല. അത് സ്വപ്നമായിരുന്നുവെങ്കിൽ ജനങ്ങൾക്ക് പരീക്ഷണമാവേണ്ടതില്ലല്ലോ. അത് എങ്ങനെയാണ് പരീക്ഷണമായത്? ഇസ്ലാമിലേക്ക് അടുത്തു വന്ന ആളുകൾ ഞങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് 10-12ഓളം ആളുകൾ ഇസ്ലാം എന്ന് പുറത്തു പോയിട്ടുണ്ട്. വമാ ജഅൽന റുയല്ലതി അറൈനാക ഇല്ലാ ഫിത്നതൻ ലിന്നാസ്. നബിയേ, അങ്ങയെ നാം ഈ കാണിച്ചു തന്നത് ഒരു പരീക്ഷണമാണ്. സ്വപ്നത്തെ പറ്റി പരീക്ഷണം എന്ന് പറയേണ്ട കാര്യമുണ്ടോ? സ്വപ്നത്തിൽ എന്ത് എവിടെ പോയി ഒന്നൂടെ? പാസ്പോർട്ടില്ലാതെ എവിടെയൊക്കെ പോയി വരുന്നത് സ്വപ്നത്തിൽ? കുട്ടികളെ അല്ലേ, ഖത്തറിലൊക്കെ പോയി ഒന്നില്ലേ? ലോകകപ്പ് നടക്കുമ്പോൾ അങ്ങനെ ഉള്ള സ്റ്റേഡിയത്തിൽ ഇരിക്കുന്ന കുട്ടികൾ സ്വപ്നം കണ്ടിട്ടുണ്ടാവുക. ഒരു ടിക്കറ്റും ഇല്ലാതെയാണ് പോണത് ഉറക്കത്തിൽ. ആർക്കെങ്കിലും വല്ല പ്രയാസമുണ്ടോ? അതിൽ വല്ല ഫിത്തനയുണ്ടോ? വല്ല പരീക്ഷണമുണ്ടോ? അതിൽ പരീക്ഷണമായി വരുന്നത് ഹബീബിന്റെ ശരീരം കൊണ്ടുപോയി എന്ന് പറയുന്നിടത്തല്ലേ. അപ്പോഴല്ലേ പരീക്ഷണമാവുന്നുള്ളൂ. അങ്ങനത്തെ സിമ്പിൾ ലോജിക്ക് വെച്ചാൽ തന്നെ മനസ്സിലാകുന്നു, ഹബീബിന്റെ യാത്ര ഒരു ആത്മാവിന്റെ യാത്രയല്ല, ഹബീബിന്റെ യാത്ര ഒരു സ്വപ്നമല്ല, അത് ശരീരവുമായി കൊണ്ടുപോയ യാത്രയാണ്. ഭൂമിയിൽ ഹബീബിന്റെ ബശരീയത്ത്. ഇനി ആകാശത്തേക്ക് പോകുമ്പോൾ മലക്കീയത്താണ്. നബിതങ്ങൾ മലക്കിന്റെ സ്വഭാവത്തിലേക്ക് അല്ലാഹു അവിടുത്തെ ശരീരത്തിനെ ട്രാൻസ്ഫോം ചെയ്യുകയാണ്. ആകാശ ലോകങ്ങളിൽ ഒന്നാം ആകാശത്തേക്ക് എത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം അതിൽ തുറക്കാൻ പറഞ്ഞത്രേ. അപ്പൊ ചോദിക്കാണ്, മൻ, ആരാണ്? ജിബ്രീൽ. മൻ മഅക്, ആരെങ്കിലും കൂടെ ഉണ്ടോ? മുഹമ്മദ് നബിയോ? അബ്ഉസ ഇലൈഹി, അവർ നബിയായോ? നഅം, തുറക്കിൻ. അതാ തുറന്നെടുത്തു. അവിടെ കൃത്യമായ കാവൽക്കാരുണ്ട്, അവിടെ ഗേറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇങ്ങനെ വെറുതെ കിടക്കല്ല. ആകാശലോകത്തിന് സെറ്റപ്പ് ഉണ്ട്, വളരെ സിസ്റ്റമാറ്റിക് ആണ്. അവിടെ ഒന്നാം ആകാശത്ത് ചെല്ലുമ്പോൾ ഒരു നബിയുണ്ട്. ആ നബി 60 മുഴം നീളമാണ്. 60 മുഴം നീളമുള്ള ഒരു നബി. 60 മുഴം. ആരാണത്? നമ്മുടെ വല്ലിപ്പയായ സയ്യിദുന ആദം അലൈഹിസ്സലാം. അത് നബിയെ കണ്ടു. പറഞ്ഞ വാക്കെന്താണെന്നറിയോ? മർഹബൻ ബിൽ വലദി സ്വാലിഹ് വന്നബി സ്വാലിഹ് വൽ അബ്ദി സ്വാലിഹ്. സ്വാലിഹായ എൻ്റെ മകനെ നിങ്ങൾക്ക് സ്വാഗതം, സ്വാലിഹായ നബിയെ നിങ്ങൾക്ക് സ്വാഗതം, സ്വാലിഹായ അല്ലാഹുവിൻ്റെ അടിമയെ അങ്ങേക്ക് സ്വാഗതം. അപ്പൊ പറഞ്ഞതാണത് ആദം നബി അലൈഹിസ്സലാം. അപ്പൊ നിൽക്കുമ്പോൾ വലതു ഭാഗത്തുണ്ട് കറുത്ത ഒരു വലിയ കൂട്ടം, കണ്ണെത്താ ദൂരത്ത്. ഇടതു ഭാഗത്തുണ്ട് അങ്ങനെ തന്നെ കറുത്ത ഒരുപാട് ആളുകൾ നിറഞ്ഞു നിൽക്കാൻ. അതിനെ ഇങ്ങനെ വലത്തോട്ട് നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് അവരോട്. ഇവിടെ നോക്കി ഇങ്ങനെ കരയുന്നുണ്ട്. ചോദിച്ചു, എന്താണ് ജിബ്രീലേ, എന്താണിത്? നബിയെ, വല്യപ്പ വാപ്പ ആദം നബി അലൈഹിസ്സലാം അവരുടെ മക്കളിൽ സ്വർഗത്തിലേക്ക് പോകുന്ന നല്ല മക്കളെ കാണാം. അവർ പള്ളിയിലുണ്ടായിരുന്നു, ജമാഅത്തിനുണ്ടായിരുന്നു, വഅദിനുണ്ടായിരുന്നു, റൂസനുണ്ടായിരുന്നു, ഇവിടുത്തെ മജ്ലിസുന്നൂറുണ്ടായിരുന്നു, ഇവിടുത്തെ സ്വലാത്ത് ദിക്റിനുണ്ടായിരുന്നു. യാ അല്ലാഹ്, എൻ്റെ മക്കളെ, നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്ന എൻ്റെ മക്കളാണ്. സന്തോഷം. ഇപ്പുറത്തുണ്ട് ബാക്കി എല്ലാ കുരുത്തക്കേടും ചെയ്ത ആൾക്കാർ. കൂട്ടത്തിൽ മസ്ജിദുൽ അഖ്സയിൽ നടന്ന ഒരു സംഭവം പറയാൻ മറന്നുപോയി. ഒരു പാലും മദ്യവും നബി തങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് അവിടെ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കുടിക്കാൻ 2 കപ്പ് കൊണ്ടുവന്ന, ഒന്നിൽ മദ്യമാണ്, ഒന്നിൽ പാലാണ്. തങ്ങളിങ്ങനെ നോക്കുന്നു. അന്ന് മദ്യം നിരോധിച്ചിട്ടില്ല ആ കാലഘട്ടം, അത് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഹിജ്റയുടെ മുമ്പാണ്. ഹിജ്റയുടെ തൊട്ട് മുമ്പാണ് ഇസ്രാ മിഅ്റാജ് നടക്കുന്നത്. ഇസ്രാ മിഅ്റാജ് കഴിഞ്ഞ് ഉടനെയാണ് ഹിജ്റ നടക്കുന്നത് മദീനത്തേക്ക് എത്തിയിട്ട് 4-5 കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നെ മദ്യനിരോധനം വരുന്നത്. നബിതങ്ങൾ തങ്ങളാണെങ്കിലോ നബിയാകുന്നതിന്റെ മുമ്പോ ശേഷം ഒരിക്കലും നബിതങ്ങൾ മദ്യപിച്ചിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദ്യം ഹലാലായിരുന്ന കാലത്ത് പോലും നബിതങ്ങളും ശുദ്ധീകരിക്കുന്നവരും ജീവിതത്തിൽ മദ്യം തൊട്ടിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്, നമ്മളും കുട്ടികളെ, നിങ്ങൾ ഇവിടെ കഴിഞ്ഞ് പഠിക്കാൻ വേണ്ടി ഹയർ സ്റ്റഡീസിന് ഇപ്പോൾ UK-യിലേക്കായിരിക്കും പോവുക, അല്ലെങ്കിൽ വല്ല യൂറോപ്പിലേക്കായിരിക്കും, വല്ല കാനഡയിലേക്കായിരിക്കും പോവുക, വല്ല ഓസ്ട്രേലിയയിലേക്കോ. ഇവിടെയൊക്കെ പച്ചവെള്ളത്തേക്കാളും വില കുറവാണ് മദ്യത്തിന്. അത് വിചാരിച്ചിട്ട് അതിന് പോവല്ലേ. അത് വെറുതെ തിന്നോ എന്ന് പറഞ്ഞാലും നമ്മളത് ചെയ്യൂല, കുടിക്കൂല. ഇതാണ് നമ്മുടെ ഈമാൻ. വെറുതെ നമ്മുടെ മുമ്പിൽ കൊണ്ടു തന്നാലും ഞാൻ തൊടൂല. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്ത് അസ്സഹ്മി എന്ന സ്വഹാബിയുടെ ചരിത്രമൊക്കെ നമ്മൾ മനസ്സിലാക്കണം. യാ അല്ലാഹ്, പട്ടിണി കിട്ടിട്ടെ 3 ദിവസം പട്ടിണി കിട്ടിട്ട് പന്നിമാംസവും മദ്യവും കൊണ്ടുപോയി കൊടുത്തിട്ട് മഹാൻ തൊട്ടില്ല. എനിക്കിത് ഇപ്പം തിന്നൽ ജായിസാണെന്ന് എനിക്കറിയാം. എൻ്റെ ജീവൻ നിലനിർത്താനാണ്, മുഫ്തറാണ് ഞാൻ, അത് അല്ലാഹ് അനുവദിക്കും. കാരണം എൻ്റെ ജീവൻ, ഞാൻ മരിച്ചു പോകും. എന്നാലും എനിക്ക് ഹറാമാണെന്ന് നിങ്ങൾക്കത് അറിയാലോ. അന്നത്തെ ക്രിസ്തീയ രാജാവിനോട് പറഞ്ഞ ആ സാധനം ഞാൻ തിന്നുന്നത് കണ്ട് നിങ്ങൾ സന്തോഷിക്കാനല്ലേ, ഞാൻ ഇങ്ങനെ അങ്ങ് മരിച്ചാലും ഞാൻ തൊടൂല എന്ന് പറഞ്ഞു.
മരിക്കുകയാണെങ്കിൽ ഞാൻ മരിക്കട്ടെ, ഞാൻ കള്ളുടിക്കണ കണ്ടിട്ട് നിങ്ങൾ സന്തോഷിക്കണ്ട, ഈമാൻ പരീക്ഷിച്ചതാണ്. അതിലാ പിന്നെ എൻ്റെ തല ചുംബിച്ചാൽ നിന്നെ വെറുതെ വിടാന്ന് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു, എൻ്റെ കൂടെയുള്ള 10-70 സ്വഹാബിമാരെയും നിങ്ങൾ വിടേണ്ടി വരും, അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ തല ചുംബിക്കാന്ന് പറഞ്ഞു. എല്ലാവരെയും വിടാന്ന്. അതിൽ മഹാനവർ എന്തൊക്കെ പരീക്ഷിച്ചു. ഒരു സ്വഹാബിയെ മഹാനവരുടെ മുമ്പിൽ വെച്ചിട്ട് തിളക്കുന്ന എണ്ണയിൽ ജീവനോടെ ഇട്ടിട്ടുണ്ട്. കുറേ നിലവിളിച്ച് ആ സ്വഹാബി വലിയ വഫാത്തായി. എല്ലിങ്ങനെ പുറത്തേക്ക് വരിക തിളച്ച എണ്ണയിൽ. നിന്നെ ഇതുപോലെ ചെയ്യുമെന്ന് പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്ത് അസ്സഹമി റളിയല്ലാഹു അൻഹുവിനെ അനങ്ങിയില്ല, കരഞ്ഞു. പേടിയായോന്ന് ചോദിച്ചു. എനിക്ക് പേടി എന്താണെന്നറിയോ? ഞാൻ കരയണതേ എൻ്റെ കൂട്ടുകാരൻ്റെ എല്ലിങ്ങനെ മേലേക്ക് പൊന്തി വന്ന ആ മാംസമൊക്കെ ഉരുകിക്കളഞ്ഞു. അത് കണ്ടിട്ടല്ല ഞാൻ ബേജാറാവുന്നത്. എന്നെ ഇങ്ങോട്ട് ഇട്ടാൽ എനിക്ക് ഒരു തടിയല്ലേ ഉള്ളൂ. എൻ്റെ ശരീരത്തിലെ രോമത്തിനനുസരിച്ച് എനിക്ക് തടി ഉണ്ടെങ്കിൽ അത് മുഴുവൻ അല്ലാഹുക്ക് ഷഹീദാകാൻ കൊടുക്കായിരുന്നല്ലോ. എനിക്ക് ഒന്നല്ലേ ഉള്ളൂ എന്ന സങ്കടത്തിലാ കാര്യമുള്ളത്. അതിലാണ് രാജാവ് കണ്ണു തുറത്തത്. ഇങ്ങനെ ഈമാനുള്ള മനുഷ്യന്മാരോ. അങ്ങനെയാണ് അദ്ദേഹത്തെ ഈ ഘട്ടങ്ങളിലൂടെ കൊണ്ടുപോയത്. അവസാനം അദ്ദേഹം രാജാവിനെ തലചുംബിച്ചു. 70ഓളം സ്വഹാബികളെ ഒരുമിച്ച് വിട്ട്. അപ്പോൾ ഉമർ തങ്ങൾ മദീനത്ത് നിന്ന് എല്ലാവരും വരണം, മദീനയുടെ ഗേറ്റിലേക്ക് വരണം. ഒരു സ്വഹാബിന്റെ ഹഖ്ഖുൻ അലാ കുല്ലി മുസ്ലിമിൻ അൻ യുഖബ്ബില റഅസ് അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്ത് അസ്സഹമിയുടെ തല ചുംബിക്കൽ ഓരോ മുസ്ലിം ആണിന്റെയും ആൺകുട്ടിയുടെയും പുരുഷന്മാരുടെയും ബാധ്യതയാണ്, ഹഖാൻ. എല്ലാവരും വരും പറഞ്ഞു ഉമർ തങ്ങൾ. ആ രാജാവിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഈമാൻ കാണിച്ച സ്വഹാബിയാണ്. അങ്ങനെ സ്വഹാബിമാർ ആ മഹാനെ മുത്തി സ്വീകരിച്ചു എന്നാ മദീനത്തേക്ക് എത്തിയപ്പോൾ. കള്ള് അങ്ങനെ കൊടുത്തിട്ടും കുടിച്ചിട്ടില്ല. അപ്പോൾ മുഅ്മിനെ, എൻ്റെ കുട്ടികളെ, എൻ്റെ വിദ്യാർത്ഥിനികളെ, അള്ളാഹു വേണ്ടാന്ന് പറഞ്ഞ മയക്കുമരുന്നേക്കൊന്നും പോകല്ലേ. ഇതൊക്കെ ഈ കുറഞ്ഞ നേരങ്ങളെ കൊണ്ട് പിശാച്ച് ഈ കളിയൊക്കെ കളിപ്പിച്ച് നിങ്ങളെ പൊട്ടക്കിണറ്റിൽ എറിഞ്ഞിട്ട് അവൻ ഓടും. അപ്പോഴേക്കും നിങ്ങൾ സക്രാത്തായിട്ടുണ്ടാവും. പിന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല. ജീവിതം നശിച്ചിട്ടുണ്ടാവും. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിലുള്ള ആ ഒരു അസ്വിദത്തുൻ, ഒരു കൂട്ടം ആളുകൾ നരകത്തിലേക്ക് പോകുന്നവരാ. പുണ്യ നബിതങ്ങളുടെ മുമ്പിൽ ഈ മദ്യവും ഹലീബും കൊണ്ടുപോയി കൊടുത്തു, പാല് ലബൻ കൊണ്ടുപോയി കൊടുത്തു. നബിതങ്ങൾ പാല് മതി എന്ന് പറഞ്ഞെടുത്ത് നബിതങ്ങൾ കുടിച്ചു. ജിബ്രീൽ തങ്ങൾ പറഞ്ഞു, ഹുദീത ഇലൽ ഫിത്ര നബിയേ വഹുദിയത്ത് ഉമ്മതുക്. അങ്ങ് ശുദ്ധമായ പ്രകൃതത്തിലേക്കാണ് അള്ളാഹു നിങ്ങളെ വഴി നടത്തിയത്. അങ്ങയുടെ ഉമ്മത്തികളും ശുദ്ധ പ്രകൃതം സ്വീകരിച്ചു നബിയെ. നേരെ മറിച്ചാണെങ്കിൽ ഉമ്മത്തികളും അങ്ങനെ ആയി പോയേനെന്നാ. പക്ഷെ അള്ളാഹു കാത്തു. ശുദ്ധമായത് അത് മതി നമുക്ക്. മറ്റേത് കലർപ്പുള്ളതാണ്, അത് പലതും വിഷമാണ്, പോയിസനാണ്. നിങ്ങളുടെ തലയിലേക്ക് നിങ്ങളുടെ ബുദ്ധിയും യുക്തിയും ചിന്താബോധവും എല്ലാം നഷ്ടപ്പെടുത്തുന്ന, മനുഷ്യനെ മൃഗമാക്കുന്നത്. അല്ലാഹു തആല ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ, സർവ്വ മനുഷ്യരെയും കാത്തുരക്ഷിക്കട്ടെ. ആദം നബി അലൈഹിസ്സലാം കരയാണ്. എന്തിന് കരയുന്നറിയോ? ആദം നബിയുടെ ചരിത്രം എത്രയാണ് ഖുർആൻ പറഞ്ഞത്. നിങ്ങളുടെ വല്ലിപ്പ, അതായത് നമ്മുടെ വല്ലിപ്പ ആദം നബി അലൈഹിസ്സലാം ഹവ്വാ ബീവി ഒരു പഴം തിന്നതിനാണ് സ്വർഗ്ഗത്തിൽ നിന്ന് പോരേണ്ടി വന്നത്. അതുകൊണ്ട് മക്കളെ, തെറ്റ് ചെയ്യില്ലേ. നമ്മുടെ വാപ്പ ആ പഴം തിന്നതിന് ഒരു പ്രശ്നമുണ്ട്. വഖാസമഹുമാ, ഇബ്ലീസ് അവരോട് സത്യം ചെയ്തു പറഞ്ഞു. വല്ലാഹി എന്നിട്ട് പറഞ്ഞ പിന്നെ വിശ്വസിക്കൂലേ മുഅ്മിനീങ്ങൾ? വല്ലാഹി എന്ന് പറഞ്ഞ് ഇബ്ലീസ് നുണ പറഞ്ഞു, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? വല്ലാഹി എന്ന് പറഞ്ഞ പിന്നെ നുണ പറയാൻ പാടില്ലല്ലോ. ഇബ്ലീസ് വഖാസമഹുമാ, രണ്ടുപേരോടും സത്യം ചെയ്തു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഗുണം കാക്ഷിക്കുന്ന നല്ല ആളാണ്, ഞാൻ പറഞ്ഞത് കേട്ടോളിൻ. യാ ആദമു അലാ അദുല്ലുക അലാ ഷജറത്തിൽ ഖുൽദി വമുൽകിൻ ലാ യബ്ലാ. ആദം നബിയെ, ഒരിക്കലും മരിക്കാത്ത ജീവിതം വേണോ, ഒരിക്കലും തീരാത്ത പൈസ വേണോ? ഇത് രണ്ടും ഞാൻ തരാം, ഈ പഴം കഴിച്ചാൽ മതി. അള്ളാനെ വെച്ച് സത്യം ചെയ്ത് പറഞ്ഞു. അപ്പൊ ആദം നബി പെട്ടുപോയി. നമ്മുടെ വല്യപ്പ അള്ളാനെ വെച്ച് നുണ പറയില്ലെന്നാ വിചാരിച്ചത്. എന്താ പറഞ്ഞത്? മനുഷ്യന് അതല്ലേ ദുനിയാവിൽ വേണ്ടത്. ആയുസ് വേണം, പൈസ വേണം. ഹൽ അജുല്ലുക അലാ ഷജറത്തിൽ ഖുൽദി വമുൽകിൻ ലാ യബ്ലാ. രാജാധികാരം, ഒരിക്കലും തീരാത്ത ഖജനാവ്, ഒരിക്കലും അവസാനിക്കാത്ത ആയുസ്, ഇത് രണ്ടും നിങ്ങൾക്ക് ലഭിക്കും. ഹവ്വാബിയും പറഞ്ഞു, എന്നാ നമുക്കൊന്ന് നോക്കല്ലേ. അങ്ങനെ പോയി പെട്ടതാണ്. നിങ്ങൾ പെട്ടുപോവല്ലിൻ, നിങ്ങൾ ആരും അത് ചെയ്യല്ലിൻ. ഇന്നഹു ലകും അദുവ്വും മുബീൻ. അല്ലാഹ് പറഞ്ഞതിനെതിരെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് പിശാചാണ്. ആ ദുർബോധനത്തിന് നിങ്ങൾ വഴങ്ങരുത്, അത് പിശാചിന്റെ ദുർബോധനമാണ് എന്ന് എത്രയാണ് ആദം നബിയുടെ ചരിത്രം പറഞ്ഞത്. എന്നിട്ടും നരകത്തിലേക്ക് പോകുന്ന ആദം നബിയുടെ മക്കളെ നോക്കിയിട്ടാണ് മഹാനവറുകൾ കരയുന്നത്. ആദം അലൈഹിസ്സലാം പോകുന്നു, ജിബ്രീൽ തങ്ങളും ആദം നബി അലൈഹിസ്സലാമിനെ കണ്ടെടുത്ത യാത്ര. രണ്ടാം ആകാശത്തേക്ക് വാതിൽക്കൽ മുട്ടുന്നു. ആരാണ്? ജിബ്രീലാണ്. ആരെങ്കിലും കൂടണ്ടോ? ഉണ്ട്. മുഹമ്മദുൻ റസൂലുള്ളാഹ് അബ്ഉസ ഇലൈഹി. നബുവത്ത് കിട്ടിയല്ലേ? നഅം.
തുറക്കിൻ വാതിൽ തുറക്കുന്നു. അവിടെയുണ്ട് മഹാനായ ഈസാ നബി അലൈഹിസ്സലാമും യഹ്യാ നബിയും. ഇബ്നാൽ ഖാല, എളാമ മൂത്തമ്മ മക്കളാണ്, ഉമ്മയുടെ ജ്യേഷ്ഠത്തി അനുജത്തിമാരുടെ മക്കളാണ് ഈസാ നബിയും യഹ്യാ നബിയും. രണ്ടുപേരും ഇവിടെ ഉണ്ട്. ഈ നബിമാരുടെ പ്രത്യേകത ഉണ്ട്. ചരിത്രം മാറ്റിക്കുറിച്ച നബിമാരെയാണ് അള്ളാഹു ആകാശത്ത് കാണിച്ചു കൊടുത്തത്. മറ്റവരൊക്കെ ഭൂമിയിൽ കണ്ടുപോയതാണ്. ചരിത്രം മാറ്റി എഴുതിയ, സമൂഹത്തിൽ സമൂലമായ മാറ്റം വരുത്തിയ അമ്പിയാക്കന്മാർ. അത് അസ്ബുകളുണ്ട്, അല്ലാത്തവരുണ്ട്. ഈസാ നബി അലൈഹിസ്സലാമിനെ കണ്ടു, യഹ്യാ നബിയെ കണ്ടു. യഹ്യാ നബി ഷഹീദായ നബിയാണ്. രാജാവ് തല എടുത്തിട്ടുണ്ട് യഹ്യാ നബി അലൈഹിസ്സലാമിന്റെ. യഹ്യാ നബിയുടെ തല എറുത്തുകൊണ്ടാണ് മഹാനെ അവരെ കൊന്നുകളഞ്ഞത്. അന്നത്തെ രാജാവ് ഹെറോഡസ് രാജാവ് യഹ്യാ നബിനെ കൊന്നതാണ്. തലറുത്തതാണ്, കഴുത്തറുത്ത് കൊന്നതാണ്. ഒരു നബിയാണ്. അള്ളാഹു ഷഹാദത്തിന്റെ കൂലി കൊടുത്തു. അള്ളാഹ്ക്ക് അത് ഇഷ്ടമല്ല എന്ന് അത്ര സ്വഹാബികൾ ഷഹീദായി. അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ അത്. മൂന്നാമത്തെ ആകാശത്തേക്ക് ചെല്ലുമ്പോൾ അവിടെയുണ്ട് മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. സൗന്ദര്യത്തിന്റെ പകുതി അള്ളാഹു യൂസുഫ് നബിക്ക് നൽകിയിട്ടുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൗന്ദര്യത്തിന്റെ പകുതി. എന്തൊരു ഗ്ലാമർ ആയിരിക്കുമല്ലേ യൂസുഫ് നബി അലൈഹിസ്സലാം. പെണ്ണുങ്ങൾ കൈ മുറിച്ചു എന്നല്ല, കത്താന മുറിച്ചീമ മുറിച്ചു എന്നാ. കത്താനായിന്ന ആപ്പിൾ കൊടുത്തപ്പോഴേ യൂസുഫ് നബി നടന്നതാ മുമ്പിലൂടെ. ഒരു വട്ടമല്ല, 2-3 വട്ടം മുറിച്ചു എന്നാ. കത്താന എന്ന് പറഞ്ഞാൽ തന്നെ മുറിച്ചു. കത്താന മുറിച്ചീമ മുറിച്ചു എന്നാണ്. എന്തായിരിക്കും ആ സൗന്ദര്യം യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ. ഈജിപ്തിൻ്റെ രാജാവായി മാറാണ്. നമ്മൾ ആലോചിക്കണേ, കയ്യിൽ 4 കാശ് വരുമ്പോൾ പിന്നെ സുന്നിയാവാൻ പറ്റൂല, പിന്നെ അത് ശരിയല്ല, ഇത് ശരിയല്ല, അത് പറ്റൂല, ഇത് പറ്റൂല, അങ്ങനെയൊക്കെ തലയിൽ കയറുന്ന കാലാണ്. ഇത്ര വലിയ സമ്പത്ത് യൂസുഫ് നബി അലൈഹിസ്സലാമിന് കിട്ടിയിട്ട് യൂസുഫ് നബി പറഞ്ഞ വാക്കെന്താണ് നമ്മൾ ആലോചിക്കണം. സുലൈമാൻ നബി, യൂസുഫ് നബിയാണ് രാജാക്കന്മാരായ നബിമാർ. ദാവൂദ് നബി, 3 നബിമാർ. ഈ 3 നബിമാരും അള്ളാഹുവിന്റെ പൊരുത്താ ചോദിച്ചത്. യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിന്റെ ഭരണാധികാരിയായിരിക്കുമ്പോൾ ആ